നമസ്കാരം. കള്ളന്മാരെ കൊണ്ട് അയർലൻഡിൽ ജീവിക്കാൻ പറ്റാതെയായിരിക്കുന്നു. എ ശാന്തകുമാറിൻ്റെ നാടകത്തിൻ്റെ ചില വരികൾ ഞാനിവിടെ ഓർത്തു പോവുകയാണ്. നിദ്രാവിഹീനരായി പാതിരാകളെ പകലാക്കി മാറ്റുന്ന തസ്കരന്മാരാൽ ഒരിക്കൽ ലോകം നിറയും. അവർ ലോകം കീഴടക്കുമെന്ന്. ഈ പ്രാവശ്യത്തെ എപ്പിസോഡും കള്ളന്മാരെക്കുറിച്ച് തന്നെയാണ്. നമസ്കാരം. ഏകദേശം 3 ദശാബ്ദങ്ങൾക്ക് മുമ്പ് അയർലൻഡിലുള്ള വീടുകളിലെ ഫ്രണ്ട് ഡോറോ ബാക്ക് ഡോറോ അവർ അടയ്ക്കാറില്ലായിരുന്നു. കാരണം അവർക്ക് മറ്റാരും പേടിക്കേണ്ടത് ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഈ 2015 കാലഘട്ടം എത്തി നിൽക്കുമ്പോൾ നമ്മൾ എത്രയേറെ സുരക്ഷ ഒരുക്കിയാലും കള്ളന്മാർ വീടിനകത്ത് കയറുന്ന ഒരവസ്ഥ, നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ. എന്നാൽ ഇതിന് നമ്മളൊക്കെ ഒരു കാരണമാകാറുണ്ടോ? നമ്മളിപ്പോൾ താമസിക്കുന്ന വീടുകളിലെ സുരക്ഷ നമ്മൾ തന്നെയാണ് ഒരുക്കേണ്ടത്. നമ്മൾ തന്നെയാണ് വീട്ടിലെ വാതിലുകൾ, ജനാലകൾ അല്ലെങ്കിൽ മറ്റു സെക്യൂരിറ്റി ഏതൊക്കെ രീതിയിൽ നമുക്ക് കൂടുതൽ ബലം കൊടുക്കാം, അല്ലെങ്കിൽ കള്ളന്മാർ അകത്ത് കയറാതെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കള്ളന്മാർ പല വിധത്തിൽ വരുന്നുണ്ട്. സാധാരണയായി നമ്മുടെ ഡോറുകളിൽ മുട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ബെല്ലടിച്ചതിന് ശേഷം ഞങ്ങൾ ഇന്ന കമ്പനിയുടെ ആൾക്കാരാണ്, ഞങ്ങൾ നിങ്ങൾക്ക് ഓഫറുകൾ നൽകുന്നു എന്ന് പറഞ്ഞൊക്കെ ബെല്ലടിച്ച് നമ്മളോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അവരെല്ലാവരും യഥാർത്ഥ കമ്പനിയുടെ ആൾക്കാരല്ല. വീട്ടിൽ ആരാണുള്ളത്, ഏത് രീതിയിലുള്ള ആൾക്കാരാണ്, അവരുടെ സാമ്പത്തികം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ നമ്മളറിയാതെ തന്നെ നമ്മളിൽ നിന്നും ഊറ്റിയെടുക്കാറുണ്ട്. ഏതൊക്കെ വഴികളിലൂടെയാണ് കള്ളന്മാർ നമ്മുടെ സാധാരണ വീടുകളിൽ അകത്ത് കയറുന്നത്? അതായത് ഗാഡയുടെ കണക്കനുസരിച്ച് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് വഴി 29%, വീടിൻ്റെ പുറകിലത്തെ വിൻഡോ വഴി 26%, പുറകിലത്തെ ഡോറ് വഴി 22%, ഫ്രണ്ടിലെ വിൻഡോ വഴി 9%മാണ് അകത്ത് കയറുന്നത്. അപ്പോൾ ഏറ്റവും വലിയ കണക്ക് ഇവിടെ കാണിക്കുന്നത് 29% കള്ളന്മാർ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് വഴിയാണ് കയറുന്നത്. തീർച്ചയായും വീടിൻ്റെ ഫ്രണ്ട് ഡോറുകൾ പല വിധത്തിലുണ്ട്. വുഡൻ ഡോറുകൾ, UPVC ഡോറുകൾ, അലുമിനിയം ഡോറുകൾ, പല വിധത്തിലുള്ള ഡോറുകളുണ്ട്. പക്ഷേ അതിനൊക്കെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ വീട് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആരും നോക്കാറില്ല. നമ്മൾ വീട് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നു, ഒരു കീ ഉണ്ടാവും അല്ലെങ്കിൽ 2 കീ ഉണ്ടാവും, കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട് ഡോർ വഴി കള്ളന്മാർക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അകത്ത് കയറാനായിട്ട് വളരെ എളുപ്പമാണെന്നാണ് കാണിക്കുന്നത്. എക്സ്ട്രാ ലോക്കുകൾ നമ്മൾ സാധാരണ വയ്ക്കാറില്ല. എങ്ങനെ വീടിൻ്റെ ഡോർ ഇരിക്കുന്നോ അതുപോലെ കീപ്പ് ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിന് എങ്ങനെ നമുക്ക് സേഫ്റ്റി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ ഡോറുകൾ അടയ്ക്കുമ്പോൾ അതിന് ഒരു ലോക്ക് സിസ്റ്റം മാത്രമേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ UPVC അല്ലെങ്കിൽ വുഡൻ ഡോറുകളിൽ നമുക്ക് വേറെ രീതിയിലുള്ള ലോക്കുകൾ കാണിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു ഡോറിൻ്റെ രീതി നമുക്കിവിടെ കാണാം. ഇതാണ് 8 പോയിൻ്റ് ലോക്കിംഗ് സിസ്റ്റമുള്ള ഒരു ഡോർ. 8 പോയിൻ്റ് ലോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഡോറിൻ്റെ ലോക്കിനോടനുബന്ധിച്ചുള്ള 8 ലിവറുകൾ, താഴെ ഡോറിൻ്റെ സെൻറ്റർ, അതോടൊപ്പം ഡോറിൻ്റെ മുകൾ ഭാഗം, എല്ലാ ഭാഗത്തും ഈ ഡോറിൻ്റെ ഹാൻഡിൽ മുകൾ ഭാഗത്തേക്ക് പൊക്കുമ്പോൾ ഡോർ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഏകദേശം 8 ഭാഗങ്ങളിൽ ഇരുമ്പ് ദണ്ടുകളുമായിട്ട് യോജിപ്പിക്കുന്നു. എന്നാൽ സാധാരണ രീതിയിലുള്ള ഡോറുകൾ എന്ന് പറയുമ്പോൾ ഡോർ നമ്മൾ സാധാരണ തുറന്നു അടച്ചു കീ കൊണ്ട് ലോക്ക് ചെയ്യുന്നു. സാധാരണയായിട്ട് 2 ലിവർ മോട്ടീവ്സ് ലോക്കാണ് സാധാരണയായിട്ട് വീടുകൾക്ക് വയ്ക്കാറുള്ളത്. പക്ഷേ ഈ ഡോറിൻ്റെ പ്രത്യേകത ഏകദേശം 8 ലിവറുകൾ ഡോറിൻ്റെ ഫ്രെയിമുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. അപ്പോൾ 2 ലിവർ മോട്ടീവ്സ് ലോക്കിൻ്റെ പ്രത്യേകത ഏതെങ്കിലും കമ്പി പാറ കൊണ്ടോ എന്തെങ്കിലും ഈ ഡോറിൻ്റെ ഹാൻഡിലിനോട് തൊട്ടടുത്ത് തന്നെ അകത്തി കഴിഞ്ഞാൽ ആ ഭാഗം കക്കിപ്പോരും, അല്ലെങ്കിൽ ആ ഭാഗം അതിൻ്റെ ലോക്കിൻ്റെ ഉള്ളിൽ നിന്നും തെന്നിപ്പോരും. ഡോറ് ഈസി ആയിട്ട് തുറക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഡോറ് 8 പോയിൻ്റ് ടൈപ്പിലുള്ള ഡോറുകൾ തുറക്കണമെങ്കിൽ
ഈ 8 ഭാഗത്ത് നിന്നും ഡോറിൻ്റെ ഫ്രെയിമിൽ നിന്നുമുള്ള ആ ഇരുമ്പ് ദണ്ടുകൾ വിടിയിച്ചാൽ മാത്രമേ ഈ സാധനം ഡോറ് തുറക്കാൻ പറ്റുള്ളൂ, ഈ ഡോറ് ഈസിയായിട്ട് തുറക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡോറിൻ്റെ ഹിഞ്ചുകൾ. സാധാരണയായിട്ട് ഡോറിൻ്റെ ഹിഞ്ചുകൾ 3 ഹിഞ്ചസാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഭാഗം ശക്തി കൂടിയാൽ അവർ പിന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഈ ഭാഗമായിരിക്കാം. അപ്പോൾ ഡോറിൻ്റെ ഹിഞ്ചുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണയായിട്ടുള്ള ഡോറുകൾ കമ്പിപ്പാര കൊണ്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ മുകൾ ഭാഗം തുടങ്ങി താഴ്ഭാഗം വരെ ഉള്ള ഡോറിൻ്റെ ഫ്രെയിമിനോട് ചേർന്നിട്ട് ഹിഞ്ചസ് ആണെങ്കിൽ അതിൻ്റെ ശക്തി കൂടുന്നതായിരിക്കും. ഒരു ഡോറിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ ഏതൊക്കെ രീതിയിലുള്ള ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള സംഭവങ്ങളാണ് നമുക്കതിനകത്ത് വെക്കാൻ പറ്റിയെന്ന് നമുക്ക് നോക്കാം. വീടിൻ്റെ ഫ്രണ്ട് ഡോർ കൂടുതൽ ബലപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ഡോറിൽ പിടിപ്പിക്കാവുന്ന ഏത് രീതിയിലുള്ള സാധനങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടെന്ന് നോക്കാം. ആദ്യമായി പുറത്തുനിന്ന് ആരെങ്കിലും ബെല്ലടിച്ചാൽ നമ്മൾ അകത്തു നിന്ന് തന്നെ നോക്കാവുന്ന ഡോർ വ്യൂവർ, അത് വൈഡ് ആംഗിളിൽ ചെറിയൊരു പീപ്പ് ഹോളിൽ കൂടെ നമ്മൾ നോക്കാവുന്ന ചെറിയൊരിതാണത്. അതോടൊപ്പം തന്നെ നൈറ്റ് ഡെഡ് ലോക്കിംഗ് ലാച്ച് അല്ലെങ്കിൽ വാതിൽ തുറന്നുകൊണ്ട് തന്നെ, എന്നാൽ വാതിൽ പൂർണ്ണമായിട്ടും തുറക്കാതെ തന്നെ ചെറിയൊരു ചെയിൻ ലോക്ക് ഇട്ടതിന് ശേഷം നമുക്ക് പുറത്ത് നിൽക്കുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതൊന്നും സാധാരണ വീടുകളിൽ ഡോറുകളിൽ കാണാറില്ല. അപ്പോൾ ഇതില്ല എങ്കിൽ പുറത്തു നിന്ന് ഒരാൾ, നമ്മൾ പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഡോർ ഈസിയായിട്ട് തള്ളി തുറന്ന് അകത്തേക്ക് കയറാം. പക്ഷേ ഈ ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ചെയിൻ ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പെട്ടെന്ന് തള്ളി അകത്തോട്ട് കയറാനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഡോറിൻ്റെ ലോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ രീതിയിലുള്ള ലോക്കുകൾ എന്ന് പറയുന്നത് ലോക്കിനേക്കാളും കൂടുതൽ നമുക്ക് ബലം തരുന്നത് 5 മോട്ടേഴ്സ് ലോക്ക് എന്ന് പറയുന്ന ലോക്കാണ്. ഈ ലോക്ക് ഡോറിന് ഏറ്റവും കൂടുതൽ ബലം കൊടുക്കുന്നതാണ്. അതോടൊപ്പം സാധാരണയായിട്ട് യൂറോ സിലിണ്ടർ എന്ന് പറയുന്ന വെറും 10 യൂറോ വരുന്ന ലോക്കുകളാണ് മിക്കവാറും നമ്മുടെ വീടുകളിലൊക്കെ ഫ്രണ്ട് ഡോറിനുള്ളത്. എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ചെറിയൊരു പ്ലെയർ കൊണ്ട് വലിച്ച് ഒടിച്ചെടുക്കാവുന്ന ടൈപ്പാണത്. അപ്പോൾ ഗാർഡ് കൂടുതലായിട്ടും പറയുന്നത് ആൻറ്റി സ്നാപ്പ് ലോക്കുകൾ വാങ്ങിക്കുക. പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ്. 45 തുടങ്ങി 50 യൂറോളം അടുത്ത് വരുന്നതാണ് ആ റേഞ്ച്. അതിട്ട് കഴിഞ്ഞാൽ പ്ലെയർ വെച്ച് വലിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകും. പിന്നെ ആൻറ്റി സ്നാപ്പ് ലോക്കുകൾ, ഈ ലോക്കുകൾ കൂടാതെ തന്നെ സാധാരണയായിട്ട് ഡോറുകൾക്ക് 3 രീതിയിലുള്ള ഹിഞ്ചസ് ആണ് ഉണ്ടാവുക, ഹിഞ്ചസ് ബോൾട്ടുകൾ. എന്നാൽ ബലമുള്ള ഡോറുകൾക്ക് മുകളിൽ നിന്ന് താഴെ വരുന്ന ലോക്കുകളാണ്, മുകളിൽ നിന്ന് താഴെ വരുന്ന ഹിഞ്ചസ് ആണ് ഏറ്റവും ബലപ്രദം. ഒരു വീട്ടിൽ കള്ളൻ കയറുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയാനകമാണ്. അങ്ങനെ ഒരു അനുഭവം നമ്മോടിപ്പോൾ സജിയും ബേബി മോളും പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് സജി. എൻ്റെ പേര് ബേബി മോൾ. ഞങ്ങൾ ലോക്കലിലാണ് താമസിക്കുന്നത്. നിങ്ങളുടെ ഏത് വർഷമാണ് കള്ളം കയറിയത്? 2012 ഫെബ്രുവരിയിലാണ്. ഒരു സൺഡേ ഈവനിങ്ങിൽ ഞങ്ങൾ പള്ളിയിൽ കുർബാനയ്ക്ക് പോയ സമയത്താണ് കള്ളം കയറിയത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയത് 40 മിനിറ്റ്സേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ തിരിച്ചു വന്നപ്പം ആ സമയത്ത് ഞങ്ങൾ വരുമ്പോൾ വീട്ടിൽ കള്ളനുണ്ടായിരുന്നെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അവിടെ കണ്ടതോടുകൂടി പുറകിൽ കൂടെ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അതായത് നിങ്ങൾ പള്ളി പോയി വന്നപ്പോൾ കള്ളൻ വീട്ടിലുണ്ട് എന്നാണ് ഞങ്ങളുടെ ബലമായ സംശയം. അത് മുകളിലത്തെ ലൈറ്റ് ഓണായി കിടക്കുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കള്ളൻ കയറി. ഞങ്ങൾ അലാം ഇട്ടിട്ടായിരുന്നു പോയത്. കയറി വന്നപ്പോൾ നോക്കിയപ്പോൾ അലാമില്ല. വാതിൽ തുറന്ന് നിങ്ങൾ അകത്ത് കയറി? ഞങ്ങൾ വാതിൽ കടന്നകത്ത് കയറി. അതായത് അപ്പം ഇരുട്ടായിരുന്നു? ഫെബ്രുവരി ഞങ്ങൾ ഈവനിങ്ങിലാണ് പോയത്. അപ്പോൾ ഇരുട്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പള്ളിയിൽ പോണ സമയത്ത് ലൈറ്റ് ഇൻസൈഡിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ എപ്പോഴും പോകാറുണ്ടായിരുന്നത്. കള്ളം കയറും എന്നുള്ള വലിയ ആരും വിശ്വസിക്കുന്നില്ലല്ലോ. ആ സമയത്ത് അങ്ങനെ വലിയ കള്ളൻ്റെ
ശല്യമൊന്നും തോന്നുന്ന ടൈം ആയിട്ടുമില്ല. ആ, അങ്ങനെ ആരും അധികം അങ്ങനെ പറഞ്ഞ് വലിയ കള്ളൻ്റെ പ്രശ്നമൊന്നും പറഞ്ഞ് കേൾക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ എപ്പോഴും ലൈറ്റ് ഒരു സ്റ്റെപ്പിൻ്റെ മേളിലുള്ള ലാൻഡിങ്ങിലുള്ള ലൈറ്റ് ഓണാക്കിയിട്ട് പോകാറുള്ളൂ. അതന്ന് ഓണാക്കിയിട്ടിട്ടാണ് പോയത്. പക്ഷേ 40 മിനിറ്റ്സ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ പുറത്തുനിന്ന് കാണുന്ന ബെഡ്റൂമിലെ ലൈറ്റ് ഓണാണ്. കാർ കൊണ്ട് നിർത്തുമ്പോൾ തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോറ് തുറന്നകത്ത് കയറുമ്പോൾ കണ്ടത് ഞങ്ങളുടെ അലാം ഓഫായി കിടക്കുന്നു. ഉടനെ ശ്രദ്ധിച്ച് ടോയ്ലറ്റിൽ പോയി നോക്കിയപ്പോൾ അതിൻ്റെ മദർ ബോർഡെല്ലാം വലിച്ചു പറിച്ച് അവിടെ ഇട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അലാം അടിക്കാതിരുന്നത്. ഞങ്ങളുടെ നെയ്ബേഴ്സൊക്കെ എപ്പോഴും കെയർഫുള്ളായിരുന്നു ആ സമയത്ത്. പക്ഷേ അവരാരും കേട്ടിട്ടേ ഇല്ല അലാം അടിക്കുന്ന സൗണ്ട്. അതായത് അവർ കയറിയ സമയത്ത് തന്നെ 1-2 30 സെക്കൻഡ്സ് ടൈമിനുള്ളിൽ അവർ ടോയ്ലറ്റിലെത്തി അത് വലിച്ചു പറിച്ചു എന്നാണ്. പലരുണ്ടായിരുന്നിരിക്കുക അതിനകത്ത്. ഏത് ഭാഗത്തെ കൂടെയാണ് കയറുന്നത്? അതായത് സാധാരണ ഫ്രണ്ട് ഡോർ വഴി അപ്രോച്ച് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പുറകിലൂടെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് വശത്ത് കൂടെയാണ് ഇവർ കാത്ത് കയറിയത്? ഇത് പുറകിൽ കൂടിയാണെന്ന് തോന്നുന്നു. കാരണം ഫ്രണ്ട് ഡോർ തുറന്നു വെച്ചിട്ടില്ല. ഞങ്ങൾ തന്നെയാണ് ഫ്രണ്ട് ഡോർ തുറക്കുന്നത്. എൻ്റെ ബാക്ക് ഡോറാണ് തുറന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ബാക്ക് ഡോർ ഏതാണ്? പാഷ് ഡോർ ആണോ അതോ കിച്ചണിൻ്റെ അവിടെയുള്ള ഡോറാണോ തുറന്നത്? പാഷ് ഡോറായിരുന്നു. പാഷ് ഡോറായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ അവർക്ക് അത് തുറക്കാനുള്ള എന്തെങ്കിലും ഒരു വെപ്പണോ അല്ലെങ്കിൽ ഒരു കീയോ എക്സ്ട്രാ കീ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം. അപ്പം ലോക്ക് പൊളിച്ചിട്ടില്ല? ലോക്ക് പൊളിച്ചിട്ടില്ല, പക്ഷേ നല്ല ഭംഗിയായിട്ട് തുറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ലോക്ക് ചെയ്യാൻ മറന്നത് ആയിക്കൂടുന്നില്ല. ഇല്ല, ലോക്ക് ലോക്ക് ചെയ്തിരിക്കാനാണ് പോയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞാണ് ഞങ്ങൾ മനസ്സിലായത് ആ ഡോറ് അവർക്ക് 2 പേർക്ക് കൂടിയാൽ എടുത്ത് പൊക്കി കുറച്ച് മാറ്റി വെക്കാൻ പറ്റും ലോക്ക്. അപ്പോൾ ലോക്ക് വർക്ക് ചെയ്യാത്ത രീതിയിൽ അവർക്ക് 2 പേർക്ക് കൂടിയാൽ ആ ഡോർ എടുത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്ഥിതി പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞ് ഞങ്ങൾ എക്സ്ട്രാ അകത്തുനിന്നൊരു ലോക്ക് കൂടെ ഫിറ്റ് ചെയ്ത് അങ്ങനെ എടുത്ത് പൊക്കാൻ പറ്റാത്ത എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി. എന്തായിരുന്നു വീട്ടിനകത്ത് കയറി ചെന്ന് നിങ്ങൾ? അപ്പൊ കള്ളം കയറി എന്ന് പറയുമ്പോൾ ഒരു ആദ്യമാണല്ലോ, പേടി ഇതെല്ലാം. അകത്തേക്ക് കയറാൻ തന്നെ ഒരു ഭയമായിരുന്നു. അകത്താളുണ്ടോ, എന്താണ് സംഭവിക്കുന്നത് എന്ന് കുട്ടികളും എല്ലാവരുമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊരു പെട്ടെന്നൊരു വെപ്രാളം വരുമല്ലോ, ഒരു ഷോക്ക് കിട്ടി. അതിനുശേഷം ആദ്യം ചെയ്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ആദ്യം പിള്ളേരെ പതുക്കെ പുറകോട്ട് നീക്കി നിർത്തി. പേടിയായിരുന്നു അകത്തോട്ട് കയറാൻ. കാരണം അകത്തുണ്ടോ എന്താ സംഭവിക്കണമെന്ന് അറിയില്ലല്ലോ. അലാം അടിക്കാണ്ടായപ്പോ തന്നെ ഒരു പേടി വന്നു. ആദ്യം ഗാർഡനെ വിളിക്കുമായിരുന്നു അതോ സുഹൃത്തുക്കളെ വിളിക്കുമായിരുന്നു? അല്ല, ആദ്യം ഞങ്ങളെല്ലാം പെട്ടെന്ന് പിന്നെ ഞാൻ അപ്സ്റ്റേഴ്സിൽ പോയി നോക്കി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ. ഉടനെ ഞങ്ങൾക്ക് മനസ്സിലായി ബെഡ്റൂമിലെല്ലാം അവർ എല്ലാം സാധനങ്ങളെല്ലാം തട്ടിമറിച്ചിട്ടിരിക്കുന്നു. ഞങ്ങൾക്കൊരു തുണികളൊക്കെ വലിച്ചു പറിച്ച് കിട്ടിയ സമയം കൊണ്ട് അതെല്ലാം തിരയാൻ വേണ്ടിയായിരിക്കണം മേശപ്പുറത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം മറിച്ചിട്ടു. ഞങ്ങൾക്കൊരു സേഫ് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ സ്ക്രൂ വെച്ച് ഫിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് പക്ഷേ അത് ഉൾപ്പെടെ വലിച്ചു പറിച്ചെടുത്തോണ്ട് പോയി. ഇത് ഇവിടുന്ന് ഒരു കത്തിയാണ്, നമ്മുടെ തന്നെ ഒരു കത്തിയാണ്, നമ്മുടെ അതിനടുത്ത് അതുകൊണ്ട് ചെത്തി എടുത്തോണ്ട് പോയിരിക്കുക. ലോക്കോടെ അങ്ങ് എടുത്തോണ്ട് പോയി. പക്ഷെ അതിൻ്റെ അകത്തൊന്നും ഞങ്ങളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അതിനകത്തുനിന്ന് അവർക്കൊന്നും കിട്ടില്ല. പക്ഷെ ആ ലോക്ക് അതിനകത്ത് ഉണ്ടാകും, എന്തെങ്കിലും ഉണ്ടാകും, അതിനകത്ത് ലോക്കറിനകത്ത് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എടുത്തോണ്ട് പോയത്. ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങൾ ഫ്രണ്ട് കൊണ്ട് നിർത്തുമ്പം ഇതിനകത്ത് ആളുണ്ട്, ഞങ്ങളുടെ വണ്ടി കൊണ്ട് നിർത്തുന്നത് കണ്ടപ്പം കിട്ടിയ സാധനങ്ങളുമായിട്ട് ഓടിക്കളഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ താഴേക്ക് ഇറങ്ങി ഓടുമ്പം മോൻ്റെ ഒരു സ്കൂൾ ബാഗ് എടുത്തോണ്ട് പോയിരിക്കുന്നത്. അതിൽ ഇട്ടുകൊണ്ട് പോകാനായിരിക്കാം എടുത്തോണ്ട് പോയി. ഈ ബാക്ക് ഡോറിൽ കൂടെ തന്നെ ഇറങ്ങിയാണ് പോകുന്നത്. പോയിട്ട് ആ സ്കൂൾ ബാഗ് തൊട്ട് പുറകിൽ താമസിക്കുന്നവർ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ടു തന്നു. ഒരു ബാഗ് കിട്ടി, അവരുടെ ബാക്ക് ആടി കിടന്ന് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അതുവഴിയാണ് ഇറങ്ങി പോയിരിക്കുന്നത്. ഇപ്പൊ വീടുകളിൽ സാധാരണയായിട്ട് അലാം അടിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇപ്പൊ നൈബേഴ്സിന്റെ അവിടെ അലാം അടിക്കുമ്പോൾ നിങ്ങൾ പോയി പുറത്തിറങ്ങി നോക്കുകയോ അല്ലെങ്കിൽ അവരെ ഇൻഫോം ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും. ഈ 2 നെയ്ബേഴ്സ് ഒത്തിരി ഫ്രണ്ട്ലിയാണ്, നല്ല നെയ്ബേഴ്സ്. അവര് രംഗത്തില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും, നമ്മളില്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കും. അങ്ങനെ നല്ല നെയ്ബേഴ്സാണ് 2 പേരും. അപ്പോൾ നൈബേഴ്സ് തന്നെ അവർ കൂടുതൽ ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കുമെന്നുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ അത് മറ്റൊരു
സേഫ്റ്റി തീർച്ചയായിട്ടും അവർ ഹോളിഡേയ്സിന് പോകുമ്പോൾ ഞങ്ങളെ കീയിപ്പിക്കും, ഞങ്ങൾ ഹോളിഡേയ്സിന് പോകുമ്പോൾ അവരെ കീയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും അത്യാവശ്യം അപ്പുറം ഇപ്പുറം താമസിക്കുന്നത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഒരു നമുക്കൊരു അത്യാവശ്യം വന്നാൽ ഒന്ന് ഓടിച്ചെന്ന് വിളിക്കാൻ. ഇപ്പം ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യനാണ്. അപ്പം ഇങ്ങനെ വന്നപ്പോഴേ തന്നെ ഞങ്ങൾ ചെന്ന് പറഞ്ഞു, അവർ ഓടി വന്നു, വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തു. ഗാഡയെ വിളിച്ചു, ഗാഡ വന്നു. പക്ഷേ അവർ വീട്ടിലുണ്ടായിരുന്നെങ്കിലും അലാം അടിക്കുന്ന സൗണ്ട് കേട്ടിട്ടേ ഇല്ല. കേൾക്കാതിരുന്നതിൻ്റെ കാരണം അവർ വന്ന 30 സെക്കൻഡ്സിനുള്ളിൽ അവർ അത് വലിച്ചു പറിച്ച് കളഞ്ഞു. അതുകൊണ്ട് അലാം അടിച്ചില്ല. അത് സ്റ്റാൻഡേർഡ് അലാം ഫിറ്റ് ചെയ്യുന്നത് കൊണ്ട് അവർ പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതാണ് അതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. ഈ ഏത് ടൈപ്പ് അലാമാണ് ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്? അതായത് വയേർഡ് അലാം, 3 ടൈപ്പ് അലാമുകളുണ്ട്. അപ്പോൾ അതിനകത്ത് വയേർഡ് അലാമാണോ അതോ മോണിറ്റേർഡ് അലാമാണോ? ഞങ്ങൾ മോണിറ്റേർഡ് അല്ലായിരുന്നു, വയേർഡ് അലാമായിരുന്നു, സ്റ്റാൻഡേർഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കള്ളം കയറിയതിന് ശേഷം അത് മെസ്സേജ് കിട്ടുന്ന എന്തെങ്കിലും തരത്തിൽ വലിച്ചു പറിക്കുകയോ എന്തെങ്കിലും ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉടനെ ആദ്യത്തെ അലാമോട് കൂടി തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്ന ഒരു അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ സംഭവിച്ച ഉടനെ ഞങ്ങളുടെ 2 പേരുടെ മൊബൈലിൽ മെസ്സേജ് വരും. അപ്പോൾ നമുക്ക് ഒന്നുകിൽ വീട്ടിൽ ആളുള്ളപ്പോഴാണോ അല്ലാത്തപ്പോഴാണോ ഇത് ആർക്ക് വരുന്നതെന്നുള്ളത് നമുക്ക് കെയർഫുള്ളാകാൻ പറ്റും. ഞങ്ങൾക്ക് കള്ളന്മാർ കയറിയ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഞങ്ങളുടെ സേഫ് ഉണ്ടായിരുന്ന ചെറിയ കുറച്ച് ആഭരണങ്ങളാണെങ്കിലും അത് അതിനകത്തുനിന്ന് കൊണ്ടുപോയി. പിന്നെ ലാപ്ടോപ്പും, ആപ്പിളിൻ്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, അതുമാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ട് നഷ്ടപ്പെട്ട്. കൂടുതൽ അവർക്ക് തിരയാൻ സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം മറ്റ് സാധനങ്ങളൊന്നും എടുക്കാതിരുന്നതെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. അത് ഇൻഷുറൻസ് കണ്ടൻസിന് കവർ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ ബില്ല് കാണിച്ചപ്പോൾ അവരത് സെറ്റിൽ ചെയ്തു. അത് ഈ ആഭരണങ്ങളുടെ ഇപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതിൻ്റെ ഒരു ബില്ലല്ലേ? എന്തുണ്ടായിരുന്നു എന്നുള്ളതിന് ബില്ല് കൊടുത്താൽ മാത്രമേ അവരത് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ബില്ലില്ലാത്ത സാധനങ്ങളൊന്നും അവർ പ്രൊവൈഡ് ചെയ്യാൻ. ഇത് സംഭവിച്ചത് 2011-ലാണ്. 12-ലാണ്. അത് കള്ളന്മാർ കയറി തുടങ്ങുന്ന സമയം. അപ്പോൾ കുറച്ച് ആഭരണങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിരുന്നതിന് ബില്ലുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അവിടെ കൊണ്ട് ഗാഡയിൽ നിന്നുള്ള ലെറ്റർ വാങ്ങിച്ചു കൊടുത്തു. സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഇൻഷുറൻസ് കൊണ്ട് കവർ ചെയ്തു. എങ്കിലും മറ്റ് മാനസികമായ ബുദ്ധിമുട്ടുകളാണ് കൂടുതലായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴും കുട്ടികളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതും. അതായത് നമുക്കിപ്പോൾ പുറത്ത് പോയേച്ചും വന്ന് അകത്തോട്ട് കയറുമ്പോഴേ ഇപ്പോഴും മനസ്സിലുണ്ട് എന്താണ് ഉണ്ടോ എല്ലാം ഉണ്ടോ, അങ്ങനെ ഒരു ഭയത്തോടെയാണ് കയറി വരുന്നത്. അത് കുട്ടികളിലും ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് സത്യം. പിന്നെ എന്തൊക്കെ സേഫ്റ്റി സംഭവങ്ങളാണ് നിങ്ങൾ നോക്കിയത് അതിനുശേഷം? ഞങ്ങൾ ലോക്ക് മാറി, പിന്നെ എക്സ്ട്രാ ഒരു ലോക്ക് വെച്ചു, അലാം അപ്ഗ്രേഡ് ചെയ്തു. പിന്നെ എപ്പോഴും രാത്രിയിൽ ബെഡ്റൂമിൽ കിടക്കാൻ പോകുമ്പോഴാണെങ്കിലും അലാം ഓണാക്കിയിട്ട് തന്നെ പോകാൻ ശ്രദ്ധിച്ചു. ഇത്രയൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്തത്. പിന്നെ ലൈറ്റ് പുറത്ത് പോകുമ്പോൾ സമ്മറിലാണെങ്കിൽ പോലും ഈവനിങ്ങിൽ പുറത്ത് പോകുമ്പോൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടേ പോകാറുള്ളൂ. പിന്നെ കൂടുതൽ നാളത്തേക്ക് എവിടെയെങ്കിലും ഒരു ദിവസത്തിൽ കൂടുതൽ മാറി നിൽക്കുകയാണെങ്കിൽ നെയ്ബേഴ്സിനോട് പറയും, അവരോട് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അവർ കൂടുതൽ വിജിലൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്യൂരിറ്റി മെഷേഴ്സ്. ഈ സെൻസർ ലൈറ്റ് എത്രത്തോളം പ്രായോഗികമാണ്? സെൻസർ ലൈറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അത് അതിൻ്റെ വയർ അവർ ആദ്യം വന്നപ്പോൾ തന്നെ കട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ നോക്കിയപ്പം ലൈറ്റ് തെളിയുന്നില്ല. നോക്കിയപ്പോൾ അതിൻ്റെ വയർ ആദ്യം അവർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഇവർക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. ഒരു സാധാരണ ഒരു വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും, എങ്ങനെയൊക്കെ ഉണ്ടാവും, അതനുസരിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. അവർ നമ്മളെ കഴിഞ്ഞും കൂടുതൽ എക്സ്പീരിയൻസ് അവർക്കുള്ളത് കൊണ്ട് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും പലരും സ്വർണം പല സ്ഥലത്തും ഒളിച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. അവരെന്തോ മെറ്റൽ ഡിറ്റക്ടറോ അതുപോലെ എന്തോ സംഭവങ്ങൾ ഉപയോഗിച്ച് അത് ഏത് പോയിന്റിലാണെങ്കിലും അവരതെടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഈ സ്വർണം ഇങ്ങോട്ടേക്ക്, അതായത് സ്വർണ്ണമില്ലാതെ സ്ത്രീകൾക്ക് ഒരു പാർട്ടി എന്തെങ്കിലും ആലോചിക്കാൻ പറ്റുമോ? പക്ഷെ ഇപ്പോഴത്തെ ഇപ്പം എൻ്റെയൊക്കെ ഒരു ജനറേഷനിലുള്ള ഇപ്പോഴത്തെ ഒത്തിരി പേര് ഒരുപാട് സ്വർണം ഇട്ടുകൊണ്ട് നടക്കുന്നില്ല. ആ കളറ് സ്വർണത്തിൻ്റെതാണ് പലതും ഇടുന്നതെങ്കിലും പലരും ഇപ്പം ഞാനൊക്കെയാണെങ്കിൽ സ്വർണ്ണം ഉപയോഗിക്കാറേ ഇല്ലെന്നുള്ളതാണ്. അപ്പം ആ ഒരു ഇതിന് ഒത്തിരി പേരും ഇപ്പം അങ്ങനെ സ്വർണം ഇട്ടുകൊണ്ട് അങ്ങനെ നടക്കുന്നില്ല ഒത്തിരി പേരും. അത് തന്നെയാണ് നല്ലതും. എനിക്ക് തോന്നുന്നത് സ്വർണം അധികം ഇങ്ങനെ അങ്ങോട്ട് കാണിക്കാതെ നമ്മുടെ കയ്യിൽ ഇത്ര എങ്ങനെയുണ്ട് അത് കാണിക്കാത്തതാണ് സമൂഹത്തിൽ എപ്പോഴും നല്ലത്.
അതിപ്പോ ഈ ഉത്തരം വളരെ വിരളമായിട്ടായിരിക്കും സാധാരണ അറിയില്ല, ശരി, അതെ, അങ്ങനെയായിരിക്കാം. എനിക്ക് തോന്നുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ ആണെങ്കിലും ഒത്തിരി സ്വർണ്ണമൊന്നും ഇടിച്ച് നടത്താതിരിക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളൊന്നും വലിയ സ്വർണ്ണത്തോട് വലിയ താല്പര്യമുള്ള കുട്ടികളല്ല. ഒരു വല്ല പല രീതിയിലുള്ള കളർഫുള്ളായിട്ടോ അങ്ങനെയൊക്കെ ഒരു ഇട്ടുകൊണ്ട് നടക്കുന്ന, അതായത് സ്വർണ്ണത്തോടൊന്നും വലിയ, അത് നമ്മുടെ ഒരു കേരള സ്റ്റൈല്. തികച്ചും ഒരു സ്വർണം കുറേ ഉണ്ടെങ്കിൽ ഒരു കയ്യിലും കഴുത്തിലും ഒക്കെ കുറച്ച് സ്വർണം. ഇപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് ഇവിടെയൊക്കെ അതൊക്കെ കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും നല്ലതും. അപ്പോൾ ഇത്ര സമയം പങ്കുവച്ചതിന് ഒത്തിരി നന്ദി. ഓക്കെ, താങ്ക് യു. പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഫ്രണ്ട് ഡോറ് വളരെ പ്രാധാന്യമുള്ളതാണ്. അതോടൊപ്പം നമ്മൾ വിട്ടുപോകുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പം നാട്ടിലാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ വൈകുന്നേരമായാൽ അല്ലെങ്കിൽ സന്ധ്യ ആയാൽ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ വെളിച്ചം ഇടാറുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ലൈറ്റുകൾ ഇടാറുണ്ട്. പക്ഷേ അയർലൻഡിൽ പൊതുവേ നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് വീടിൻ്റെ പുറത്ത് വെളിച്ചം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പേരൊക്കെ ചോദിച്ചപ്പോൾ അവരൊന്ന് ഞങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നത്? എന്നാൽ ഈ കള്ളന്മാർ കയറുന്ന വീടുകളിൽ ഭൂരിഭാഗവും വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ അല്ലെങ്കിൽ ഫ്രണ്ട് വിൻഡോ അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് വെളിച്ചം ഇല്ല എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ കള്ളന്മാർ ഏറ്റവും കൂടുതൽ കയറുന്നത് വിൻ്ററിലാണ്. അതേസമയം അതോടൊപ്പം 5 മണി തുടങ്ങി 11 മണി വരെയുള്ള സമയത്താണ് കള്ളന്മാർ അകത്ത് കയറുന്നത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെളിച്ചം നന്നായിട്ട് ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇനി എനർജി വൈസ് വെച്ച് നോക്കുവാണെങ്കിൽ സാധാരണ രീതിയിൽ ഫ്ലഡ് ലൈറ്റുകളാണ്, 400 വാട്ട്സ് ലൈറ്റുകളാണ് സാധാരണ വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാറ്. എന്നാൽ ഇപ്പോൾ LED ബൾബുകൾ അല്ലെങ്കിൽ LED ഫ്ലഡ് ലൈറ്റുകൾ വളരെ തുച്ഛമായ വിലയ്ക്ക് ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ സെൻസർ ലൈറ്റുകൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് സെൻസർ ലൈറ്റുകൾ പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള വീടിൻ്റെ ഫ്രണ്ട് ഡോറിനോ അല്ലെങ്കിൽ വീടിൻ്റെ ആ ഏരിയയിൽ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് തെളിയുകയും അവർക്ക് ഒരു പേടി അല്ലെങ്കിൽ വെളിച്ചമുള്ള സ്ഥലത്ത് സാധാരണ രീതിയിൽ കള്ളന്മാർ കയറാറില്ല. വെളിച്ചം വന്നു കഴിഞ്ഞാൽ മറ്റു വീടുകളിൽ നിന്ന് ആൾക്കാർക്ക് വീടിനെ അപ്രോച്ച് ചെയ്യുന്നു, സസ്പീഷ്യസ് ആയിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ വീടിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നാൽ അവർ നേരെ വിളിക്കുന്നത് ഗാർഡേനെയാണ്. അതുകൊണ്ട് നമുക്കും ചെയ്യാം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ മറ്റൊരു വീടിനെ ആരെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വണ്ടികൾ സസ്പീഷ്യസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരെ ഗാർഡനെ വിളിക്കുക. എന്നാൽ നമ്മുടെ കാര്യങ്ങളോ അതൊന്നും അവർ മറ്റൊരാളിന് ഷെയർ ചെയ്യില്ല, അത് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. എന്നാൽ ഇതൊന്നും നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാത്ത ഒരു കാര്യമാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് ഉണ്ടായിരിക്കുക, ലൈറ്റ് ഇല്ലെങ്കിൽ ഒരു സെൻസ് ലൈറ്റ് പിടിപ്പിക്കുക. സെൻസ് ലൈറ്റ് ഇല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നല്ല വെളിച്ചം ഉണ്ടാകുന്ന രീതിയിൽ ലൈറ്റ് ഓണാക്കിയിടുക. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഹോളിഡേയ്സിന് പോകുമ്പോൾ അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള പുല്ല് വെട്ടട്ടെ എന്നൊക്കെ ചോദിച്ച് സാധാരണ കുറേ ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പുല്ലുകൾ ഭംഗിയായിട്ട് വെട്ടി നിർത്തുക. അതോടൊപ്പം തന്നെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് മുമ്പിലായിട്ട് മറ്റൊരു ഡോറ് സാധാരണ രീതിയിൽ വയ്ക്കാറുണ്ട്. അപ്പോൾ ലെറ്ററുകൾ വരുമ്പോൾ സാധാരണയായിട്ട് പോസ്റ്റ്മാൻ അതിലൂടെയാണ് ലെറ്ററുകൾ അകത്തേക്ക് ഇടുക. അപ്പോൾ ആ ലെറ്ററുകൾ അവിടെ നിന്നും കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പല വീടുകളിലും വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഡോറിൽ ഒത്തിരി ലെറ്ററുകൾ കുമിഞ്ഞും കൂടി കിടക്കുന്നത് കാണാറുണ്ട്. സാധാരണയായി നമ്മൾ ആരെങ്കിലും കീ കൊടുക്കാറുണ്ട് എന്നെങ്കിൽ തന്നെ അവർ 2-3 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷമോ ഒക്കെ ആയിരിക്കും ഇത് കളക്ട് ചെയ്യാറ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ ഈസി ആയിട്ട് ഈ വീട്ടിൽ ആളില്ല അല്ലെങ്കിൽ ഇത്രയധികം ലെറ്ററുകൾ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ബ്രോഷറുകൾ കുമിഞ്ഞുകൂടി കിടക്കുമ്പോൾ വ്യക്തമാണ് ആ വീട്ടിൽ ആൾ ഇല്ല എന്നുള്ളത്. പിന്നെ നമുക്ക് സാധാരണയായിട്ട് ചെയ്യുന്നത് ഒരു ചെറിയൊരു ലെറ്റർ ബോക്സിൻ്റെ ഫ്രണ്ടിൽ നോ ജങ്ക് മെയിൽ എന്ന് ഒട്ടിക്കാവുന്നതാണ്. അത് പോസ്റ്റ്മാൻ്റെ ലെറ്ററുകൾ മാത്രം മതി എന്നുള്ളത്. പിന്നെ കണ്ടുവരുന്ന മറ്റൊരു രീതിയാണ് സാധാരണയായി നമ്മുടെ വീടിൻ്റെ കീയും അതോടൊപ്പം തന്നെ കാറിൻ്റെ കീയും ഫ്രണ്ട് ഡോറിനോട് ചേർന്നുള്ള ഭിത്തിയിൽ, നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കീയുടെ ആകൃതിയിലുള്ള കീ ഹോൾഡർ. മിക്കവാറും നമ്മുടെ മലയാളികൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ഭിത്തിയോട് ചേർന്ന് ഈ രീതിയിലുള്ള കീ ഹോൾഡറുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗാഡ പറയുന്നത് ഏകദേശം 200ഓളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. എങ്ങനെയാണ് ഫ്രണ്ട് ഡോറിലുള്ള ലെറ്റർ ബോക്സിൻ്റെ ആ ഗ്യാപ്പിലൂടെ ഫിഷിംഗ് എന്നാണ് പറയുക,
ഏത് രീതിയിലും വളച്ചെടുക്കാവുന്ന, ഏത് രീതിയിലും ബെൻഡ് ചെയ്യാവുന്ന ടൈപ്പുള്ള ഉപകരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഒരു മെറ്റൽ കൊണ്ട്, വളച്ചെടുക്കുന്ന മെറ്റൽ കൊണ്ട് ഈ ലെറ്റർ ഇടുന്ന ബോക്സിൻ്റെ ഉള്ളിലൂടെ കടത്തിയതിന് ശേഷം വളരെ ഈസിയായി അതിലൂടെ കീകൾ എടുക്കുന്നു. വീട്ടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി എടുത്ത് അവർ സ്ഥലം വിടുന്നു. അപ്പോൾ കീ ഹോൾഡറുകൾ അതോടൊപ്പം തന്നെ വീടിൻ്റെ വിൻഡോയോട് ചേർന്ന് കാണുന്ന, പുറത്തുനിന്ന് കാണുന്ന രീതിയിൽ വീട്ടിൽ സാധാരണ കീ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കൂടുതൽ പ്രേരണ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ രീതിയിലുള്ള കീ ഫിഷിംഗ് എന്ന് പറയുന്ന ഈ രീതി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന കള്ളന്മാരകത്ത് കയറുന്ന മറ്റൊരു മേഖലയാണ് വീടിൻ്റെ ഫ്രണ്ട് വിൻഡോ. നമ്മൾ തന്നെ നോക്കുക, സാധാരണയായിട്ട് കണ്ടുവരുന്നത് വീടിൻ്റെ ഡബിൾ ഗ്ലേസ്ഡ് വിൻഡോകൾ അല്ലെങ്കിൽ UPVC വിൻഡോകൾ വളരെ ഈസി ആയിട്ട് ഇളക്കി പറിച്ചെടുക്കാവുന്നതാണ്. 1-2 പുഷ് കൊണ്ട് ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ നമുക്കിതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാം? സാധാരണയായിട്ട് പറയുന്നത് ഏകദേശം 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ ആണ് ഇവരകത്ത് കയറാനായിട്ട്, അല്ലെങ്കിൽ ഡോറ് വഴിയോ, ഫ്രണ്ട് ഡോറ് വഴിയോ, അല്ലെങ്കിൽ ഫ്രണ്ട് വിൻഡോ വഴിയോ ഇവർ അപ്രോച്ച് ചെയ്ത് ഇവർ വർക്ക് ചെയ്യുന്നത്. അത്രയും സമയത്തിനുള്ളിൽ ഇവർക്ക് അകത്ത് കയറാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പോരായ്കയാണത്. അപ്പോൾ ഈ അകത്ത് കയറാനുള്ള സമയം പരമാവധി കൂട്ടുക. അതിന് വേണ്ടത് നമുക്ക് എക്സ്ട്രാ ലോക്കുകൾ, വിൻഡോയ്ക്കായാലും ഡോറുകൾക്കായാലും എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നമ്മൾ അകത്തു നിന്ന് കൊടുക്കുക. സാധാരണയായി ഒരു വീട്ടിൽ കള്ളൻ കയറിയാൽ രണ്ടാമത് കയറില്ല എന്നൊരു ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മോടൊപ്പം റെജി കുര്യനും മകൾ സ്നേഹയുമുണ്ട്. അവരുടെ അനുഭവം നമുക്കൊന്ന് കേട്ടു നോക്കാം. എൻ്റെ പേര് റെജി കുര്യൻ. ഞാൻ ഇവിടെ ലൂക്കനിലെ എൽസ്ഫോർട്ടിലാണ് താമസിക്കുന്നത്. ഇതെൻ്റെ മോള്. എൻ്റെ പേര് സ്നേഹ. ഞാൻ DC-യിൽ പഠിക്കുന്നു. ശരിക്കും എന്താണ് സംഭവിച്ചത്? സംഭവിച്ചത് കഴിഞ്ഞ 27-ാം തീയതി, അതായത് ഒക്ടോബർ 27-ാം തീയതി 6:30 ഞങ്ങൾ ഇവിടെ നിന്ന് നമ്മുടെ നെയ്ബറായ പള്ളിയിൽ പ്രെയർ നടക്കുന്നു. അവിടുത്തെ മാതാവിൻ്റെ കൊന്ത നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ പങ്കെടുക്കാനായിട്ട് ഞാനും വൈഫും 2 പിള്ളേരും കൂടെ ഞങ്ങൾ 6:30 കഴിഞ്ഞപ്പോഴത്തേനാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇവള് ആക്ച്വലി കോളേജിലായിരുന്നു. അപ്പോൾ അന്ന് ലേറ്റ് ആകും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇടയ്ക്ക് 2 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് അവൾ ബസ്സിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ നിന്നെ കളക്ട് ചെയ്യാൻ ബസ് സ്റ്റോപ്പിൽ വരണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇറങ്ങുമ്പോൾ അവൾ വിളിച്ചപ്പോൾ ആ പ്രേയറിൻ്റെ തിരക്കിലായതുകൊണ്ട് മൊബൈൽ സൈലൻസ് ആയതുകൊണ്ടും എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിയതുകൊണ്ട് ഞാൻ മിസ്ഡ് കോൾ കണ്ടിട്ട് ഉടനെ തിരിച്ച് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞ് ഞാൻ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു വീട്ടിൽ ആരുമില്ല, ഞങ്ങളെല്ലാവരും ഇവിടെ പ്രേയറിന് പോന്നിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഇവിടെ വീട്ടിൽ ആരും ഇല്ല എന്നുള്ളൊരു അറിവുണ്ടായിരുന്നു. അപ്പം പപ്പാനെ വിളിച്ചെടുത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പം പപ്പ എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലോട്ട് നടന്നുകൊണ്ട് പോയിരിക്കുക. അപ്പോൾ പപ്പ പറഞ്ഞു വീട്ടിൽ ആരും ഇല്ല. അപ്പം ഞാനിങ്ങനെ പതുക്കെ നടന്നു വരാൻ നേരത്ത് വഴിയിൽ നിന്ന് നോക്കുമ്പോൾ വീട് കാണാം. അപ്പം എൻ്റെ റൂമിൽ ലൈറ്റ് കണ്ട് എനിക്കൊരു സംശയം തോന്നി. അപ്പം സാധാരണ റൂമിൽ ലൈറ്റ് ഇടാറില്ല? ഇല്ല, എൻ്റെ റൂമിൽ അങ്ങനെ പോകുമ്പോൾ ആരും ലൈറ്റ് ഇടാറില്ല. അപ്പം അങ്ങനെ നോക്കി ഇങ്ങനെ പതുക്കെ അപ്പം അവിടെ നിന്ന് വന്നപ്പോൾ എനിക്ക് പിന്നെ അത് മനസ്സിലായത് വീട്ടിൽ ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം ആരായിരിക്കും ലൈറ്റ് ഇട്ടേക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഷാഡോ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ തോന്നി. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു എൻ്റെ തോന്നലും വല്ലതായിരിക്കും, പണ്ട് കള്ളം കയറേണ്ടി ഇതുവല്ലോ ആരും ഇല്ലായിരുന്നു വീട്ടിൽ, അപ്പോൾ അങ്ങനെയായിരിക്കും. പണ്ടും കള്ളം കയറിയിട്ടുണ്ട് അല്ലേ? അത് ഏത് വർഷമായിരുന്നു? അത് 2012 സെയിം ഈ ഒക്ടോബർ മാസത്തിൽ 30-ാം തീയതി ആയിരുന്നു. അന്ന് നമ്മുടെ പള്ളിയിൽ നമ്മൾ കൊന്തയുടെ ലാസ്റ്റ് ഡേയിൽ കൊന്തയൊക്കെ ചൊല്ലി കുർബാനയൊക്കെ നടന്നുകൊണ്ടിരുന്നതിൻ്റെ സമയത്താണ് അന്ന് ഇവിടെ കള്ളം കയറി. ഇപ്പൊ കയറിയിരിക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇത് 2ാമത്തെ പ്രാവശ്യം. അപ്പം ഞാനിങ്ങനെ പതുക്കെ വന്നപ്പോഴത്തേനും ഞങ്ങളുടെ ഇപ്പോഴത്തെ 2 പേരത്തെ നെയ്ബേഴ്സ് ജോലിയില്ലായിരുന്നു. അപ്പം എങ്ങും ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഭയങ്കര ഒരു ഐസൊലേറ്റഡ് ആയിട്ടാണ് കിടന്നത്. അപ്പം എനിക്കിങ്ങനെ ഒരു സംശയം തോന്നി, ഒരു സസ്പീഷ്യസ്ലി ഞാൻ അങ്ങനെ കുറച്ച് നേരം പുറത്ത് നിന്ന് കയറിയില്ല വീട്ടിൽ. എന്നിട്ട് ഇങ്ങനെ ജനലിൽ കൂടെ നോക്കുമ്പോഴത്തേനും ഡോറെല്ലാം തുറന്നു കിടക്കുന്നുണ്ട്.
അപ്പോൾ മമ്മി എപ്പോഴും ഹാൾവേയിലെ ഡോർ അടച്ചിട്ട് എവിടെയെങ്കിലും പോകുന്നത് ആരും ഇല്ലെങ്കിൽ. അപ്പോൾ അത് തുറന്ന് കിടക്കുന്നപ്പോൾ എനിക്ക് ഇച്ചിരി സംശയം തോന്നിയിട്ട് ഞാൻ ബെല്ലടിച്ചു, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി പോകാൻ വേണ്ടി. അപ്പം ബെല്ലടിച്ച് കള്ളന്മാരകത്തുണ്ട് അല്ലെങ്കിൽ ഞാൻ ഷാഡോ ഉണ്ടായിരുന്നു, അപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആരെല്ലാം ഇറങ്ങി പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ബെല്ലടിച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പോഴത്തേനും അലാം പൊട്ടിച്ചിട്ടേക്കുന്നുണ്ട്. പിന്നെ ഞാൻ അധികം നിന്നില്ല, പുറത്ത് ഇറങ്ങിയിട്ട് പെട്ടെന്ന് കതക് വലിച്ചടിച്ചു. പപ്പാനെ വിളിച്ചിട്ട് എടുത്തില്ല. അപ്പം പിന്നെ ഗാർഡനെ വിളിക്കാൻ തോന്നിയില്ല, കാരണം ഒന്നും കൂടി ഉറപ്പിച്ചിട്ട് വിളിച്ചാൽ മതി. അപ്പം ഇച്ചിരി അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഞങ്ങളുടെ നെയ്ബറുണ്ട് മലയാളി. അപ്പം ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴത്തേനും ചേട്ടനും പ്രേയറിന് പപ്പായുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ചേച്ചിയാണ് ചേട്ടനെ വിളിച്ചിട്ട് പപ്പായോട് ഇങ്ങനെ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ വന്ന് പിന്നെ തുറന്ന് നോക്കിയപ്പോഴത്തേനാണ് കള്ളം കയറിയെന്ന് മനസ്സിലായത്. ഞങ്ങളിവിടെ വന്ന് ഞാൻ ലിജോയ്ക്കൂടെ ഇവിടെ വന്ന് കഥ തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ എല്ലാം നമ്മൾ കയറുന്നവിടത്ത് തന്നെ ഇരിക്കുന്നത്. അത് അടിച്ചു പൊട്ടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലാണ് കയറിയെന്നുള്ള അറിയത്തില്ല. ഉടനെ തന്നെ നമ്മൾ വീടിൻ്റെ അകത്ത് കയറാതെ തന്നെ ഗാർഡിനെ വിളിച്ചു, അവരെ ഇൻഫോം ചെയ്തു. അവർ പറഞ്ഞു ഉടനെ എത്തും, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എത്ര സമയം എടുത്തു ഗാർഡ് എത്താനായി? ആക്ച്വലി ഇത്തവണ ഗാർഡ് എത്താനായിട്ട് 1.5 hour എടുത്തു. പക്ഷേ ഗാർഡ് സ്റ്റേഷൻ ഇവിടെ നിയർ ആണ് എങ്കിൽ തന്നെ ആദ്യം വിളിച്ചു, അവരെ കാണാനായിട്ട് ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ ഏരിയയിൽ ഇന്ന് വേറെ ഇൻസിഡൻറ്റ്, അതിലും എമർജൻസി ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ആദ്യം വന്ന ഗാർഡെ ഞങ്ങൾ റീറൂട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇത് എനിവേ ഈ സംഭവം കഴിഞ്ഞതായതുകൊണ്ട് അടുത്ത ഗാർഡ് ഉടനെ നിങ്ങളുടെ അടുത്തെത്തും എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് പറഞ്ഞതിന് ശേഷം അവരൊരു 5 മിനിറ്റിനകം ഇവിടെ സ്ഥലത്തെത്തി. അപ്പോൾ അവരെത്തി ഇതെല്ലാം വീടെല്ലാം പരിശോധിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അതിന് മുമ്പ് തന്നെ നോക്കിയപ്പോൾ കണ്ടായിരുന്നു, ഞങ്ങൾ ഫ്രണ്ട് വിൻഡോ കുത്തി തുറന്നാണ് അവർ കയറിയിരുന്നതെന്ന് കണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഗാർഡ് എല്ലാം പരിശോധിച്ചപ്പോൾ പുള്ളി അലാം ഞങ്ങൾ പറഞ്ഞിങ്ങനെ വൈഫൈ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അലാം സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ അലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കള്ളം കയറിയതിന് ശേഷം വെച്ച അലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊബൈലുമായിട്ട് കണക്റ്റഡ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം കള്ളം കയറിയതിന് ശേഷം ഞാൻ പുതിയ അലാം സിസ്റ്റം വെച്ചായിരുന്നു. അപ്പോൾ അത് നോർമലി ഇവിടെ അലാം അടിച്ചു കഴിഞ്ഞാൽ അന്നേരം ഞങ്ങൾക്ക് 4 നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ 4 നമ്പറിൽ 1 by 1 അവർ നമ്മളെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എൻ്റെ നമ്പർ, സെക്കൻഡ് വൈഫ്, 3ാമത് സ്നേഹ, 4ാമത് നമ്മുടെ ഫ്രണ്ട് ജിപ്സന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മോണിറ്റേർഡ് അലാം ആയിരുന്നു. പക്ഷേ എന്നിട്ട് ഇത്തവണ അവരെന്നെ ഈ കാര്യം പറഞ്ഞപ്പോഴേ ഗാർഡ് നേരെ പോയി നോക്കിയത് നമ്മുടെ ഔട്ട്സൈഡിലുള്ള കേബിൾ ജംഗ്ഷൻ ബോക്സ് ആണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേന് കേബിൾ ബോക്സിൻ്റെ അകത്തുനിന്ന് അവർ കംപ്ലീറ്റ് കേബിളും കട്ട് ചെയ്തിട്ടിരിക്കുവാണ്. കാരണം അവർ ഫസ്റ്റിലെ ഇവിടെ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ടെലിഫോൺ സിസ്റ്റവും വൈഫൈയും എല്ലാം TV എല്ലാം അവർ കട്ട് ചെയ്ത്, എല്ലാ കേബിളും അവിടെ കട്ട് ചെയ്തിട്ടാണ് അവർ. കാരണം ഈ അലാം വയേർഡ് അലാം ആയതുകൊണ്ട് ലാൻഡ് ലൈൻ ത്രൂ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു സിഗ്നലും കിട്ടരുത്. പക്ഷെ അലാം അടിച്ചായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് അവർ രണ്ടാമത് അലാം അവിടെ പൊട്ടിക്കേണ്ടി വന്നത്. പക്ഷെ ഇവർക്കറിയാം ഇപ്പം നമ്മൾക്ക് പുറത്ത് നോക്കുമ്പോൾ ഡമ്മി ബോക്സ് കാണുമ്പോൾ തന്നെ അവർക്കറിയാം ഇത് ഏത് അലാമാണ്, അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ സിസ്റ്റം അവർക്ക് ഈ കള്ളന്മാരെ സംബന്ധിച്ച് അവർക്ക് ശരിക്കും വ്യക്തമായിട്ട് നോളജ് ഉണ്ട് അതെങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ അവർ ആ കേബിൾ ആദ്യം അവിടെ മുറിക്കത്തില്ല. അവർക്കറിയാം കവേർഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ മെത്തേഡിലാണ്, ലാൻഡ് ലൈൻ ത്രൂ ആണ് അത് പോകുന്നത്, അത് മോണിറ്റേർഡ് ആണെന്ന് അവർക്കറിയാം. അപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ആദ്യം അത് കട്ട് ചെയ്തു. അത് ചെയ്താലും അലാം അടിച്ചു കഥ തുറന്നപ്പം. പക്ഷെ അതുകൊണ്ടാണ് അവർ അലാം തന്നെ ഡാമേജ് ചെയ്ത് കളഞ്ഞു, അടിച്ച് പൊട്ടിച്ച് നിലത്തിട്ട്. എന്നിട്ടാണ് അവർ കയറിയത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വിൻഡോ മാറ്റി വെച്ചതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കള്ളം കയറിയതിന് ശേഷം 2 വിൻഡോയിലും താഴെ അടുക്കളയുടെ പുറകിലുള്ള കിച്ചൻ്റെ ബാക്ക് വിൻഡോയും ഈ ഫ്രണ്ടിലെ വിൻഡോയും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ അന്ന് എന്നോട് അവർ വിൻഡോക്കാർ പറഞ്ഞത് നല്ലതാണ്, ഇനി അവരെ കൊണ്ട് കുത്തിപ്പൊട്ടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇത് ഈസി ആയിട്ട് അവർ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജനലിൽ വ്യക്തമായിട്ട് 4 പാടുകൾ കാണാം. 4 പാടെന്ന് വെച്ചാൽ 4 ലോക്കിന്റെ നേരെ ഓരോ ഇഞ്ച് നേരെ താഴെയായിട്ടാണ് ഈ 4 കുത്തും അവർ കറക്റ്റായിട്ട് കുത്തിയിരിക്കുന്നതാണ്. അവർക്കറിയാം ആ 4ലാണ് ഈ ലോക്ക് കയറി പോകുന്നത്. അതിൻ്റെ 4 എണ്ണത്തിൻ്റെയും കറക്റ്റ് താഴെയായിട്ട് അവർ കുത്തി. ആ ലോക്കെല്ലാം 1 way ആയതുകൊണ്ട് അത് നേരെ പൊങ്ങിപ്പോയി. ഇപ്പം ഞാൻ അറിയുന്ന ഒരു അലുമിനിയം ഫാബ്രിക്കേറ്റർ വിൻഡോമാനാണ് ഇത്തവണ ഞാൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവർക്ക് വ്യക്തമായിട്ടറിയാം ഇന്നോടത്ത് ഇത്ര ഡിസ്റ്റൻസിലാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്, ഈ ലോക്ക് 1 way ആണ്. അപ്പോൾ താഴേന്ന് കുത്തിയാൽ അത് നേരെ മേളിലോട്ട് പൊങ്ങി പോകും. അത്രയ്ക്കുള്ള ബലമുള്ളൂ. UPVC അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ വിൻഡോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളി പറഞ്ഞിരിക്കുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിൻഡോ നമ്മൾ വെക്കുമ്പോഴത്തേനും താഴത്തെ പോർഷൻ
നമ്മളിപ്പോൾ എല്ലാം ലോങ് 1 ഗ്ലാസ് അല്ല 3 ലെയറിലായിട്ട് ഓരോ ഗ്ലാസ് വെക്കുന്നത്. താഴത്തെ പോർഷൻ ഫിക്സ്ഡ് ആക്കാൻ പറഞ്ഞു പുള്ളി. പിന്നെ അതിന്റെ മേളിലോട്ട് ഇവിടുത്തെ നിയമം അനുസരിച്ച് നമുക്ക് എല്ലാം ഫിക്സ്ഡ് ആക്കാൻ പറ്റത്തില്ല. ഓരോ ഓപ്പണിംഗ് വേണം. അവിടുത്തെ ഫയർ സേഫ്റ്റിയുടെ റൂൾസ് ആണ്. അപ്പൊ അത് പറഞ്ഞ് 3ന്റെ ഹാഫ് വെച്ച്, ഹാഫിൽ കുറച്ചും കൂടെ താഴെ വെച്ച് ഫിക്സഡ് ആണ് താഴത്തെ ഏരിയ കംപ്ലീറ്റ്. അതിനുശേഷം ബാക്കി 2 ഗ്ലാസ് ഫിക്സ്ഡും ഒരെണ്ണം മൂവബിളും ആണ്, തുറക്കാവുന്നത്, നമുക്ക് പുറത്തോട്ട് തുറക്കാവുന്നത്. അപ്പം ഇത്തവണത്തേന് പുള്ളി പറയുന്നത് അതിന് ആങ്കർ ബോൾട്ട് ടൈപ്പ് പുതിയ ലോക്കിംഗ് സിസ്റ്റമാണ്. കാരണം ഒരെണ്ണം നേരെ കീഴോട്ട് പുള്ളി പറഞ്ഞത് 1 ഇഞ്ച് കൂടുതൽ താഴോട്ട് ലോക്ക് കയറിപ്പോവും, ഒരെണ്ണം അതേപടി തന്നെ മേളിലെ പോർഷനിലോട്ടും പോകും. അപ്പം 2 ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇനി പുള്ളി പണിതുകൊണ്ട് വരുന്ന ലോക്ക് വിൻഡോയ്ക്ക് പുതിയ ലോക്ക് പുള്ളി ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ബാക്കിൽ അന്ന് ഇവർ കയറി അന്ന് തന്നെ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ അവിടെ നിന്നുള്ള ഒരു ബാക്ക് വിൻഡോ അവർ തുറന്നു വെച്ചിരുന്നു. തുറന്ന് അവരത് ഞങ്ങൾക്ക് തോന്നുന്നു ചാടാനായിട്ടുള്ള ശ്രമമായിരുന്നു അതില്ല. പക്ഷെ അതിൽ ബെഡ്റൂമിന്റെ മുകളിൽ നിന്ന് ചാടുന്ന അത്ര പ്രായോഗികമാണോ? പ്രായോഗികമല്ല. അതുകൊണ്ട് അവർ നോക്കി അതിന് അവർക്ക് കുറച്ച് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ, ടൈം ഉണ്ടെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെട്ടാലും നമ്മുടെ കിച്ചന്റെ മേളിലോട്ട് ചാടിയിട്ട് അവർക്ക് പോകാൻ വഴിയുണ്ട്. പക്ഷെ അത് ഇവിടെ താഴെ ആൾ വന്നതുകൊണ്ടാണ് അവർ ആ ഒരു ട്രൈ ചെയ്തതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് താഴെ ആളുണ്ടെന്ന്. രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയതായിരിക്കും. പക്ഷെ അവർക്ക് അത് കഴിഞ്ഞപ്പോൾ മനസ്സിലാവും, ഒന്നെങ്കിൽ അവരെ പുറത്തുനിന്ന് ആരോ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആള് പോയി, വന്നയാള് പോയെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളും വിചാരിച്ചത് അതിലായിരിക്കും പോയ, ഗാർഡേയും പറഞ്ഞ് അതിലാ പോയത്. പക്ഷെ നെക്സ്റ്റ് ഡേയിൽ ഫിംഗർ പ്രിന്റുകാർ വന്ന് ഇവിടെ ചെക്ക് ചെയ്തപ്പോഴും അവർക്ക് ഈ വിൻഡോയിൽ തന്നെ 2 വേയിലുള്ള ബൂട്ടിന്റെയും പാട് കിട്ടി. ഒന്ന് ഇങ്ങോട്ട് കയറുന്നതിന്റെയും തിരിച്ച് അങ്ങോട്ട് ഇറങ്ങുന്നതിന്. അവരാണ് കൺഫേം ചെയ്തത് ഇല്ല അതിലെയല്ല പോയത്, അവർ ഈ വഴിക്ക് തന്നെയാണ് ഇറങ്ങിപ്പോയിരുന്നത്. അപ്പോഴാണ് അവർ കൺഫേം ചെയ്യുന്നത് ഇവള് തിരിച്ച് ലിജോയുടെ വീട്ടിലോട്ട് പോയ സമയത്തിനാണ് അവർ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. കാരണം അവർ ഫസ്റ്റ് ഇവളുടെ റൂമാണ് ആദ്യം ചെക്ക് ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ റൂമിലോട്ട് കയറിയിട്ട് അവരധികം ഡിസ്റ്റർബ് ചെയ്തില്ല. എൻ്റെ ഒരു പഴയ വാലറ്റ് അവിടെ ഇരുന്നിട്ട് അതിൻ്റെ അകത്ത് കുറേ പഴയ ഓൾഡ് കാർഡെല്ലാം എടുത്ത് വെച്ചതേ ഉള്ളൂ. അത് ജസ്റ്റ് അത് മാത്രമേ പുറത്ത് അവർ വെച്ചിട്ടുള്ളൂ. ബാക്കി ഒന്നുമില്ല, അവർക്ക് ചെയ്യാനുള്ള ടൈം എനിവേ കിട്ടിക്കാണില്ല. അതായത് 2 അതിലധികം പേരുണ്ടോ? അതായത് 3 പേരോ അല്ലെങ്കിൽ ഒരാൾ മോണിറ്റർ ചെയ്യാൻ കാണണം. കാരണം അതൊരു നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞ 2012 ഒക്ടോബർ നടന്ന സംഭവത്തിലും അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾക്ക് വരുന്നത്. കാരണം ഞങ്ങളെ ശരിക്കും ഫോളോ ചെയ്ത് അവർ വാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പള്ളിയിൽ പോയതും അപ്പോൾ നമ്മൾ പള്ളിയിൽ പോയവിടുത്തെ നമ്മളുടെ മൂവ്മെന്റ് അവർ വാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് നമ്മൾ ഈ കൊന്ത തീരുന്ന ദിവസം ആയതുകൊണ്ട് ഒരു എഴുതിരി പ്രദർശനം വെച്ചിരുന്നു. ആ സമയത്ത് പള്ളിയിൽ നിന്ന് ആളിറങ്ങിയപ്പോൾ ഇവിടെ അവർക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കാരണം അന്നും ഇതുപോലെ ഞങ്ങളുടെ റൂമിലും തുറന്ന് ഇവളുടെ റൂം ഹാഫ് ആക്കിയിട്ട് അവർ ചാടിപ്പോവുകയാണ് ചെയ്തത്. അന്ന് കണ്ട ഒരു രീതി എന്നാന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ഡോറുകളും ലോക്ക് ചെയ്യും. അന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളം കയറിയാൽ നമ്മുടെ ഒരു നാട്ടിലത്തെ സേഫ്റ്റി അനുസരിച്ച് ഇൻസൈഡിലുള്ള എല്ലാ ഡോറും ഞങ്ങൾ ലോക്ക് ചെയ്തിട്ടാണ് പുറത്ത് പെട്ടെന്ന് കയറി വരാത്ത രീതിയിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് പിന്നെ മൊത്തം അവർ നശിപ്പിച്ചായിരുന്നു. എല്ലാ റോഡും ഇൻസൈഡിലെ റോഡുകളെല്ലാം എല്ലാ ഡോറുകളും കുത്തിപ്പൊട്ടിച്ചായിരുന്നു. അപ്പോഴന്നാണ് ഇൻഷുറൻസ് കമ്പനിക്കാരും ഗാർഡേൻ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും ഈ ഇന്റേണൽ ഡോർസ് ഒന്നും ലോക്ക് ചെയ്യരുത്. കാരണം കള്ളന്മാർ കയറുന്നത് അവരത് പൊട്ടിക്കാനുള്ള സംവിധാനമായിട്ടാണ്. അപ്പം അത് നമുക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കി തരത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അകത്തേത് തുറന്നിട്ടേക്കുക. അവർ കയറുന്നെങ്കിൽ കയറിക്കോട്ടെ, പുറം തുറന്നു. അതുകൊണ്ട് ഇത്തവണ അങ്ങനത്തെ ഒരു ഡിസ്റ്റർബൻസ് അവർ ചെയ്തിരുന്നില്ലായിരുന്നു. കാരണം എല്ലാ ഡോറും ഓപ്പൺ ആയിരുന്നു. ഞങ്ങൾ ഈ ഹോളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, TV ഓൺ ചെയ്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അതായത് 2015 അതായത് ഇപ്പൊ കയറിയിരിക്കുന്നത് ഫ്രണ്ട് വിൻഡോയിലൂടെയും 2012 കിച്ചണിലെ വിൻഡോയിലൂടെയാണ് കയറുന്നത്. അതായത് കൂടുതൽ ബ്രേക്കിൻസൺ കയറുന്നത് ഈ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ ഫ്രണ്ട് ഡോറ്, അല്ലെങ്കിൽ ഫ്രണ്ടിലെ വിൻഡോ, അല്ലെങ്കിൽ പുറകില്. ഈ പുറകിലേക്ക് ആക്സസ് വരുന്ന ഒരു മെയിൻ മേഖല എന്ന് പറയുന്നത് നമ്മൾ ബിന്ന് വെക്കുന്ന വീടിന്റെ സൈഡിലുള്ള ഭിത്തി വഴി അവർ ചാടിക്കയറുന്നത്. അപ്പൊ അവിടെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഗ്രില്ല് ഭിത്തിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെയും 2 പേരുടെ കൂടിയാണല്ലോ ആ വാള് വരുന്നത്. അടുത്ത നെയ്ബറിന്റെ നമ്മുടെയും കൂടെ കൂടി 2 പേർ കൂടി ഒരു വാളേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഗ്രില്ല് വെച്ചാൽ നമുക്ക് ഹാഫേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊരു വഴിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് പെട്ടെന്നൊരു ആക്സസ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഒരു ഇതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. അതായത് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ചാടി കടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു തടസ്സം അവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പക്ഷെ കയറാൻ വരുന്നവൻ എന്തായാലും
ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ വിൻഡോ മാൻ പറഞ്ഞ പോലെ നമ്മൾ ഹാഫ് ഫുൾ അനങ്ങാത്ത ടൈപ്പ് ഗ്ലാസ് ഇപ്പൊ അടുക്കളയിലെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്ത് കൊടുത്തോണ്ട് അതുകൊണ്ട് കയറാൻ പറ്റത്തില്ല. കാരണം ബാക്കിയുള്ള ഇടവഴി അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുത്തി തുറന്ന് കയറി ഒരാൾക്ക് പുറത്ത് അകത്ത് കയറി വലിഞ്ഞ് കയറുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഈ 2 ഓപ്ഷനേ ഉള്ള ഒരു മേളത്തേലൊന്നും കയറാൻ ചാൻസ് ഇല്ലെന്നാണ് പറയുന്നത്. താഴെ ഉള്ള ഈ 2 ഓപ്ഷനാണ്. അതുപോലെ മെയിൻ ഡോറും അവരങ്ങനെ പൊളിച്ച് കയറാറില്ല. ഈ ഗ്ലാസ് വിൻഡോസ് പിന്നെ നമ്മുടെ പോർഷ് ഡോറുണ്ട് ബാക്കിലെ ഈ ഹാൾവേ എന്നുള്ളത് ഈ സംഭവങ്ങളാണ് അവർ നടത്തുന്നത്. അപ്പൊ അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ അവിടെ പുറത്തുനിന്ന് ആ ലോക്ക് അവർ പൊട്ടിച്ച് കളഞ്ഞായിരുന്നു. പക്ഷെ അവർക്ക് തുറക്കാൻ പറ്റില്ല. കാരണം അതിന്റെ താഴത്തെ ലോക്ക് നമ്മൾ ചെയ്തിട്ടിരുന്നത് കൊണ്ട്. അപ്പൊ അത് ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയുള്ളത് ആകുമ്പോൾ അവർക്ക് കയറാനായിട്ട് ഈസി ആയിട്ട് കയറാൻ പറ്റുന്നില്ലാത്ത ഒരു രീതി. ഈ ഇവര് കയറി കഴിഞ്ഞിട്ട് എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് സാധാരണ രീതിയിൽ വരുത്തുന്നത്? അവര് പ്രധാനമായിട്ട് നോക്കുന്നത് നമ്മളുടെ സ്വർണം അല്ലെങ്കിൽ ക്യാഷ്, ഇതാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം വാരി വലിച്ചിട്ടേക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ പ്രാവശ്യം സെയിം ഇത് ആയിരുന്നു അതോ? ഏകദേശം ഇവരുടെ റൂം ഏകദേശം ആ ഒരു രീതി തന്നെയായി ഇത്തവണയും വെച്ചിരുന്നത്. പക്ഷെ ഞങ്ങളുടെ റൂമിലോട്ട് കയറാൻ അതിനുള്ള സമയം അവർക്ക് കിട്ടി കാണില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് അവര് കഴിഞ്ഞ പ്രാവശ്യം തപ്പിയതിൻ്റെ അത്രയും ഒരു ടൈം അവർക്ക് കിട്ടാഞ്ഞത് കൊണ്ട് അവർ പെട്ടെന്ന് ചാടിപ്പോവുക എന്നുള്ളതാണ് നോർമലി ചെയ്തിരിക്കുന്നത്. കാരണം അവർക്കറിയാം, എനിക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻസൊക്കെ നമ്മുടെ ആൾക്കാർ സൂക്ഷിക്കുന്ന സാധനങ്ങൾ എവിടെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ ഒക്കെ അവർക്കുണ്ടെന്ന് തോന്നുന്നു. കാരണം അതുപോലുള്ള സ്ഥലങ്ങളാണ് അവർ ആദ്യം പോയി നോക്കുന്നത്. എന്തിൻ്റെങ്കിലും അകത്ത് അല്ല തുണിയുടെ സൈഡിൽ അല്ല അലമാരയിൽ. അതുകൊണ്ടാണ് അവർ എനിക്ക് തോന്നുന്നത് ഈ തുണികളെല്ലാം വാരി ആദ്യം തന്നെ താഴോട്ടിടുന്നത്. നമ്മുടെ കബോർഡിലിരിക്കുന്ന തുണികൾ വലിച്ച് മൊത്തം താഴോട്ടിടുക. അപ്പം സാധാരണ നമ്മുടെ സ്ത്രീകൾ എല്ലാവരും വെക്കുന്നത് ഈ തുണി അല്ല സാരിയുടെ അടിയിൽ അല്ലെങ്കിൽ പാറ്റിൻ്റെ അടിയിൽ അവിടെയൊക്കെയാണ് സ്വർണ്ണങ്ങളും കൊണ്ട് വയ്ക്കുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് അവർ കയറുന്നത് മെറ്റൽ ഡിറ്റക്ടർ വഴി, അതായത് സ്വർണ്ണം ഇരിക്കുന്ന ഭാഗം അവര് കറക്റ്റ് ആയിട്ട് എവിടെ ഒളിപ്പിച്ചാലും ആ ഭാഗം കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എടുത്തിട്ട് പോകുന്നു എന്നാണ് സാധാരണ നമുക്ക് കേൾക്കാൻ. ഇവരുടെ ഓർണമെന്റ്സ് ആണെങ്കിൽ എല്ലാം അവര് ചെക്ക് ചെയ്ത് നശിപ്പിക്കുവാണ്. അവർക്ക് സ്വർണ്ണം എല്ലാന്ന് തോന്നുന്നു, എല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതും അങ്ങനത്തെ അവരെന്തോ വെച്ച് കട്ട് ചെയ്ത് നോക്കിയിട്ട് അവരെ നോക്കുന്നുണ്ട്. എന്നിട്ട് അത് അവർക്ക് വേണ്ടാത്തതെല്ലാം അവിടെ നശിപ്പിച്ച് വളച്ച് ഒടിച്ച് അവർ ചെക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നത്. ഗോൾഡിന്റെ കളറിലൊക്കെ ഉള്ളതൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ പിള്ളേരുടെ കയ്യിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളെല്ലാം അല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതും കോസ്മെറ്റിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അവര് കംപ്ലീറ്റ് ഒടിച്ച് പറിച്ച് നശിപ്പിച്ച് കളയുകയാണ്. അവർക്കറിയാം കറക്റ്റായിട്ട് അവർ വേണ്ടത് മാത്രമേ എടുക്കാറുള്ളൂ. നേഹ എങ്ങനെയാണ്, ആഭരണ പ്രിയാണോ? എനിക്ക് ഗോൾഡ് അത്രയ്ക്കും ഇല്ല. വളരെ നല്ല കാര്യം ഉണ്ട്. ഇപ്പം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള എനിക്ക് സിൽവർ ജ്വല്ലറീസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഈ വർഷം പോയായിരുന്നു. അത് ശരി. ഓക്കെ. എങ്ങനെയാണ് ഇൻഷുറൻസ് കമ്പനീനെ വിളിക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ, അല്ലെങ്കിൽ അവര് എന്തൊക്കെ രീതി നേരത്തെ, അതായത് 2012 സംഭവിച്ചതിനേക്കാളും എത്രത്തോളം അവര് കൂടുതൽ പ്രതിബന്ധം നമുക്ക് സൃഷ്ടിക്കുന്നുണ്ട് ഈ പ്രാവശ്യം 3 വർഷത്തിന് ശേഷം? അത് കൂടുതൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിനകത്ത് കൊണ്ടുവന്നോ, അല്ലെങ്കിൽ പർട്ടിക്കുലർ പാറ്റേണിൽ അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾക്ക് ഇന്നത്, അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയില്ല. കാരണം ഞാൻ എപ്പോഴും ഇൻഷുറൻസ് ചെയ്യുമ്പോൾ പോളിസി എടുക്കുമ്പോൾ ഞാൻ വളരെ കാര്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാറുണ്ട്. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുക, നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഏകദേശം നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ഓക്കെ ആയിരിക്കും. ഇത്തവണ എന്നെ സംബന്ധിച്ച് ഇതുവരെ ഇപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർ വന്നപ്പോഴേ എന്നോട് പറഞ്ഞ് വിൻഡോ മാറ്റി വെച്ചോ, കാരണം സേഫ്റ്റിയാണ് നമ്മുടെ ഫസ്റ്റ്. അതുപോലെ അലാമും ഫിക്സ് ചെയ്യാൻ പറഞ്ഞു, അതിൻ്റെ ബില്ല് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ലിസ്റ്റ് തരാൻ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സെയിം ഇൻഷുറൻസ് കമ്പനി തന്നെയായിരുന്നു. അപ്പം വലിയ ബുദ്ധിമുട്ട് എനിക്ക് അവർ വലിയ നൂലാമാലകളൊന്നും പറഞ്ഞില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പോളിസിയിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അവരോട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അതിൻ്റെ അതനുസരിച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വലിയൊരു ബുദ്ധിമുട്ട് വരുന്നില്ലെന്ന് തോന്നുന്നു. ഇനി ബാക്കി അറിയില്ല കേട്ടോ. ഇത്തവണത്തെ ഇപ്പം ജസ്റ്റ് കഴിഞ്ഞ മൺഡേയിൽ വന്ന് അവർ നോക്കിയിട്ടെല്ലാം പോയതേ ഉള്ളൂ. ഇപ്പൊ ഈ അലാമിന്റെ കാര്യം പറഞ്ഞാൽ, അപ്പൊ അലാം 2-3 ടൈപ്പ് അലാമുകളുണ്ട്. അതായത് ഒന്ന് സ്റ്റാൻഡേർഡ് അലാം, അതായത് വീട്ടിനകത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിനകത്ത് എവിടെയെങ്കിലും മൂവ് ചെയ്യാം, പുറത്തേക്കുള്ള വാതിലും ജനലുകളും അടച്ചതിന് ശേഷം വീടിനകത്ത് ഇരിക്കുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള അലാം. ഐ മീൻ അലാമിലുള്ള ഒരു വേറൊരു ഓപ്ഷനാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വീടിന് പുറത്തു പോകുന്ന സമയത്ത് വീട് എല്ലാ ഭാഗങ്ങളും, അതായത് വീടിനകത്ത് ഏതെങ്കിലും മൂവ്മെന്റ് ഉണ്ടായാൽ പോലും അലാം അടിക്കുന്ന രീതിയിൽ പുറത്തുള്ള ജനലുകളും വാതിലുകളും വീടിനകത്ത് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടായാൽ
അങ്ങനെയും അലാം അടിക്കുന്ന ഒരു സെറ്റിംഗ് സാധാരണ ഇതിൽ അലാമിൽ കണ്ടിട്ടുണ്ട്. അത് സ്റ്റാൻഡേർഡ് അലാം എന്നാണ് സാധാരണ പറയുന്നത്. ഓക്കെ. പിന്നെ കണ്ടുവന്നിട്ടുള്ളത് മോണിറ്റേഡ് അലാമാണ്. മോണിറ്റേഡ് അലാം ഏതെങ്കിലും രീതിയിൽ അലാം അടിക്കുകയോ അല്ലെങ്കിൽ ഇതിന് വന്നു കഴിഞ്ഞാൽ മോണിറ്റർ ചെയ്യുന്ന അവര് നിങ്ങളെ വിളിക്കും. അതാണ് നിങ്ങൾ 2012 അലാം ചെയ്തിരുന്നത്. പിന്നെ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ മൊബൈൽ സിം കാർഡ് അല്ലേ, GSM മൊബൈൽ. എന്താണ് അതിന്റെ പ്രത്യേകത? ഇപ്പൊ ഞാൻ പുതിയതായിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന GSM സിസ്റ്റം ആണ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാൾ ചെയ്തത്. കാരണം അതാകുമ്പോഴത്തേനും നമ്മുടെ മൊബൈൽ സിം കാർഡാണ് അവർ അതിന്റെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു വയർ സംവിധാനമില്ല. പണ്ടത്തെ വയർ ആയതുകൊണ്ട്, കേബിൾ ആയതുകൊണ്ട് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത്തവണ നമ്മൾ GSM സിസ്റ്റം ആയതുകൊണ്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നത്. ഇനി അല്ലെങ്കിൽ ഹൈലി പ്രൊഫഷണൽ ആയ കള്ളന്മാർ ഇനി വല്ല മൊബൈൽ ജാമറും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ സിഗ്നൽ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു സംശയം, അതായത് ഈ GSM അലാമാണോ ഇപ്പോൾ ഇപ്പൊ പുതിയത് ഇൻസ്റ്റാൾ ചെയ്തത്? ഇപ്പൊ പുതിയ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മറ്റേ അലാം പോയതിന് ശേഷം. അപ്പൊ അതാകുമ്പോൾ സിം കാർഡാണ്, നമ്മൾ മൊബൈലിൽ ഇടുന്ന പോലെ ഒരു സിം കാർഡാണ്. അതിന് പ്രത്യേക നമ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് അവരുടെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത്. കേബിളില്ല. അപ്പൊ അത് നമുക്ക് അതിൻ്റെ അകത്ത് 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഇപ്പൊ ഹാഫ് അലാം ഇടാം. അതായത് മേളിൽ നമുക്ക് സഞ്ചരിക്കാൻ ഒരു കുഴപ്പമില്ല, നമുക്ക് അലാം ഇട്ടിട്ട്. പക്ഷെ ഇവിടെ താഴെ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടായാൽ, ഇന്റേണൽ മൂവ്മെന്റ് ആണെങ്കിലും അലാം അടിക്കും. അല്ലെങ്കിൽ നമുക്ക് രാത്രിയിലൊക്കെ നമ്മളിവിടെ ഉള്ളപ്പോഴാണെങ്കിലും പകലാണെങ്കിലും നമുക്ക് പെരിമീറ്റർ അലാം ഇടാം. നമ്മുടെ എല്ലാ ഔട്ട്സൈഡ് ഡോറുകളും വിൻഡോകളും എല്ലാം ആംഡ് ആകും. അത് അതിനെ പറയുന്നത് പെരിമീറ്റർ സിസ്റ്റം എന്നാണ് അതിനകത്ത് പറയുന്നത്. ഒന്ന് നമുക്ക് സേഫ് ആയിട്ട് അകത്തിരിക്കാം. എവിടെയെങ്കിലും അത് ഈവൻ വിൻഡോയ്ക്കൊക്കെ പറഞ്ഞാൽ തുറക്കണ്ട, ജസ്റ്റ് നല്ലപോലെ ഒന്ന് വൈബ്രേറ്റ് ചെയ്താൽ മതി, ഷെയ്ക്ക് ചെയ്താൽ മതി, അലാം അടിക്കും. മൂന്നാമത്തെ നമ്മൾ പുറത്ത് പോകുമ്പം ഫുള്ളി കവേർഡ് ആയിട്ട് നമുക്ക് ഇടാം. ഇപ്പൊ സാധാരണ എല്ലാ വാടകയ്ക്ക് താമസിക്കുന്നവരായാലും വീട് വാങ്ങിച്ചവരുടെ ആയാലും മിക്കവാറും സ്റ്റാൻഡേർഡ് അലാം എല്ലാ വീടുകളിലും ഉണ്ട്. കാരണം എന്നാലേ നമുക്ക് ഇൻഷുറൻസ് കവർ ഉള്ളൂ. തീർച്ചയായിട്ടും. പക്ഷെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഭൂരിഭാഗം പേരും അലാം ഉപയോഗിക്കാത്തവരാണ്. ഇപ്പൊ നിങ്ങൾ പുറത്ത് പോയപ്പോൾ അലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഭൂരിഭാഗം പേരും അലാം ഉപയോഗിക്കുന്നില്ല, വീടിനകത്തിരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴായാലും. അപ്പോൾ അത് ഇൻഷുറൻസ് കമ്പനിയിൽ അവർ എന്തെങ്കിലും ബ്രേക്കിന് ഉണ്ടായി കഴിഞ്ഞാൽ അവർ കാശ് കട്ട് ചെയ്യും, 10% സംതിങ്. അതിൽ അലാം ഇടണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ഇൻഷുറൻസിനെ അവർക്ക് റിജക്ട് ചെയ്യാനുള്ള 100% റൈറ്റും ഉണ്ട്. കാരണം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ അലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് അലാം ഡിസ്കൗണ്ട് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അലാം ഇടാതെ പോകുന്നത് നമ്മുടെ തെറ്റാണ്. അതുപോലെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, അവരൊരു ക്വസ്റ്റ്യൻ അതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട്, ഇൻഷുറൻസ് നമ്മൾ പോളിസി എടുക്കുമ്പോൾ നിങ്ങൾ അൺഅറ്റൻഡഡ് ആയിട്ട് ഈ ഹോം എത്ര ദിവസം ഉപയോഗിക്കുന്നുണ്ട്? കാരണം നമ്മൾ ഹോളിഡേയ്സിന് പോകുന്നത്. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ പറയുന്നു 1-2 ആഴ്ച എന്നുള്ളതല്ല. അവരോട് അതൊരു കറക്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. അറ്റ്ലീസ്റ്റ് 1 മന്ത് 30 days നമ്മൾ അൺഅറ്റൻഡഡ് ആണെന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്തൊരു നിയമമുണ്ട്. നമ്മൾ അങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ നിയറസ്റ്റ് ഗാർഡയിൽ ഇൻഫോം ചെയ്യണം നമ്മൾ ശരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഗാർഡയിൽ പോയി നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ആ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു അവർക്ക് നമ്മളുടെ ക്ലെയിമിനെ ഡിക്ലൈൻ ചെയ്യാനായിട്ട് സാധ്യമല്ല. നമ്മൾ ജസ്റ്റ് ഗാർഡയിൽ പോയി പറയുക, ഞാൻ ഹോളിഡേയ്സിന് പോവാണ്, എൻ്റെ വീട്ടിൽ 1 മാസത്തേന് ഞങ്ങൾ ആരും കാണില്ല എന്ന് ഒരു ഇൻഫർമേഷൻ ഗാർഡയ്ക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ എസ്റ്റേറ്റിൽ കുറേ വീടുകൾ ഇങ്ങനെ കയറി കഴിയുമ്പോഴത്തേന് ഞങ്ങൾ ഇവിടുത്തെ കൗൺസിലറും ഒക്കെ ആയിട്ട് ഒരു മീറ്റിംഗ് നടത്തിയായിരുന്നു. ഇവിടുത്തെ ലോക്കലിലെ ഗാർഡ സൂപ്രണ്ടന്റ് ആ മീറ്റിങ്ങിൽ വന്നു. അപ്പൊ അവരാണ് ഞങ്ങളോട് ഈ സജഷൻ പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാമോ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ ഒരു കുറച്ച് ദിവസത്തെ പീരീഡിന് വേണ്ടി നിങ്ങൾ നാട്ടിലോട്ട് എവിടെയെങ്കിലും ഹോളിഡേയ്സിന് പോകുന്ന സമയത്ത് നിങ്ങൾ ഗാർഡ ഓഫീസിൽ പോയിട്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പട്രോളിങ് ആ ഏരിയയ്ക്ക് ഒന്നും കൂടെ, അവരിപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടോ 3 പ്രാവശ്യം അവർ പെട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്പറുള്ള വീടിൻ്റെ അകത്ത് അവരൊന്നും കൂടെ വന്ന് നോക്കാനുള്ള ചാൻസ് കൂടുക. എത്രമാത്രം സക്സസ് ആണെന്ന് നമുക്കറിയത്തില്ല, എങ്കിലും നമ്മുടെ ക്ലെയിമിന് നമുക്കൊരു ബലമായിരിക്കും അങ്ങനെ നമ്മൾ അവരെ ഇൻഫോം ചെയ്യുന്നത്. നേഹ, ഈ കള്ളം കയറിയതിന് ശേഷമുള്ള ആ ഒരു ഭയം, അല്ലെങ്കിൽ പിന്നീട് വീടിനകത്തേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ മമ്മി അല്ലെങ്കിൽ അനിയൻ, അവർക്ക് എന്താണ് ഒരവസ്ഥ? ആദ്യം കയറി കഴിഞ്ഞപ്പോഴായിരുന്നു ഇച്ചിരി പേടി. കാരണം ഫസ്റ്റ് ടൈം ആയിരുന്നു, അന്ന് എല്ലാം കുത്തി പൊളിച്ചിട്ടേക്കുന്നതുകൊണ്ട് ആ ഒരു സീനായിരുന്നു. അതുണ്ടായിരുന്നു. അത് കുറെ നാൾ കഴിഞ്ഞപ്പോ ഇത്. പിന്നെ ഇപ്പൊ കയറിയപ്പോ അത്രയ്ക്കും ഡിസ്ട്രോയ് ചെയ്യാത്തോണ്ട് അത്രയ്ക്കും വലിയൊരു പേടി ഇപ്പം തോന്നുന്നില്ല.
പക്ഷെ ഞങ്ങളുടെ ഇളയ പുള്ളി സാധാരണ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ തന്നെ തുറന്ന് കയറി അടുത്ത ആൾ വരുന്നതുകൊണ്ട് ഒരു ഹാഫ് ആൻ അവർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇവിടെ തന്നെ ഇരുന്ന് ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നതാണ്. ഇപ്പം ഈ 2-3 ദിവസം കൊണ്ട് കഴിഞ്ഞ ആഴ്ച കൊണ്ട് പുള്ളിക്ക് തന്നെ വന്ന് കയറാനായിട്ടൊരു പേടി അവനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം അവരെ എപ്പോഴും ഒരു പേടി പിള്ളേർക്കാകുമ്പോഴത്തേനും കിട്ടുമല്ലോ. ഇനിയിപ്പോൾ എന്തൊക്കെ സേഫ്റ്റി ഫീച്ചേഴ്സാണ്, അതായത് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ? ഇതിപ്പോൾ അലാം, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അലാം വെക്കുന്നു, GSM അലാം വെക്കുന്നു. പിന്നെ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് CCTV സാധാരണ വീടുകളിൽ വെക്കാറുണ്ട്. ഇപ്പോഴത്തെ CCTV എന്ന് പറയുന്നത് നേരത്തെ ഒരു സിസ്റ്റം കണക്ട് ചെയ്തിട്ട് അത് റെക്കോർഡർ വെച്ചിട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ചെയ്യുന്നത് സെർവറുമായിട്ട് കണക്ട് ചെയ്ത്, അതായത് ജസ്റ്റ് ഒരു ചെറിയ ക്യാമറ, ഒരു ടോയ് പോലെ തോന്നുന്ന ചെറിയൊരു ക്യാമറയാണ് അത്. ജസ്റ്റ് പവർ സപ്ലൈ മാത്രമേ അതിനകത്ത് കണക്ഷനുള്ളൂ, ബാക്കിയെല്ലാം വൈഫൈയിൽ കണക്ട് ചെയ്ത്. അങ്ങനെയുള്ള സിസ്റ്റം വളരെ കുറഞ്ഞ തുകയ്ക്ക് പല നെറ്റുകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് അത് വെച്ച് കഴിഞ്ഞാൽ എന്നുള്ള ഐഡിയ ഉണ്ടോ? ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്ന് നെറ്റിൽ കയറി നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് റെക്കോർഡിങ് iCloudൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ഒരെണ്ണത്തിൻ്റെ ഓഫറിൽ നല്ലൊരു ഓഫർ പ്രൈസിൽ കിടപ്പുണ്ട്, 4 ക്യാമറയുടെ. അപ്പോൾ ഞാനതൊന്ന് വെക്കണമെന്ന് വിചാരിക്കുന്നു. കാരണം കള്ളന്മാരെ സംബന്ധിച്ച് അവർക്കത് കാണുമ്പോൾ ഒരു പേടി ചിലപ്പോൾ തോന്നാം. കാരണം എന്തായാലും അവരെ കിട്ടണമെന്നില്ല. കാരണം അവർ ചുമ്മാ ഫ്രീ ആയിട്ട് വന്ന് കയറത്തില്ലല്ലോ. അവർ മുഖംമൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാസ്ക് വെച്ചിട്ടൊക്കെ ആയിരിക്കും കയറുന്നത്. എങ്കിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കള്ളം കയറിയപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു മീറ്റിംഗ് നടത്തി കൗൺസിലറും ഗാർഡ് സൂപ്രണ്ടന്റുമായിട്ട്. അന്ന് അവർ പറഞ്ഞായിരുന്നു, ജസ്റ്റ് ഒരു ഡെമ്മി ക്യാമറ ആണെങ്കിലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അവർ അന്ന് അഡ്വൈസ് ചെയ്തതാണ്, നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ സ്വർണം നല്ലപോലെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ആൾക്കാർക്കറിയാം. അത് കഴിവതും നമ്മൾ കുറയ്ക്കുക. ഇവിടുത്തെ ആൾക്കാർ കണ്ടല്ലേ, കഴുത്തും പറിച്ച് കാതും പറിച്ച് നടന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പം നമ്മളത് മാക്സിമം ഒഴിവാക്കുക. അതുപോലെ പബ്ലിക് പ്ലേസിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ആഭരണങ്ങൾ ആരും കാണാത്ത രീതിയിൽ അതല്ലെങ്കിൽ സൂക്ഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് 2-3 പ്രാവശ്യം കയറി കഴിയുമ്പോൾ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പോൾ അവർ അടുത്ത വീട് കണ്ടുപിടിക്കാൻ ഇതാവുമായിരിക്കും. അങ്ങനെയായിരിക്കും. ചിലപ്പോൾ അവർ തന്നെയാണോ സെയിം ആൾക്കാരാണോ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മലയാളികളുടെ വീട് തന്നെ തിരഞ്ഞു പിടിച്ചാൽ, ഇന്ത്യൻസിൻ്റെ വീട് തിരഞ്ഞു പിടിച്ച് കയറുമ്പോൾ അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും ഗോൾഡ് ടു ക്യാഷ് എന്നും പറഞ്ഞ് എല്ലായിടത്തും ഒരു ബോർഡ് വെക്കുന്നുണ്ട്. എവിടെ കൊണ്ട് ഇത് കൊടുത്താലും അവർക്ക് അന്നേരം ക്യാഷ് കിട്ടാല്ല. ഇതൊന്ന് ട്രേസ് ചെയ്ത് പിടിക്കാനോ അല്ല പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനൊരു കാര്യമായ സംഭവങ്ങളൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. താങ്കൾ ബിസിനസ് നടത്തുന്നു, അപ്പോൾ താങ്കളുടെ 3 സ്ഥാപനങ്ങളിലും ഇതേ രീതിയിലുള്ള ബ്രേക്കിങ്സ് ചിലപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്, അല്ലെങ്കിൽ അവിടെ ഏതൊക്കെ രീതിയിലുള്ള പ്രിക്കോഷൻസാണ് സാധാരണ രീതിയിൽ കടകളിൽ ചെയ്യുന്നത്? കടകളിൽ ഇപ്പോൾ CCTV 24 hours ഉണ്ട്. അതിൻ്റെ മോണിറ്ററിങ് അലാം, നമ്മുടെ ഫോൺ വാച്ചിൻ്റെ അലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടുമാണ് കടയെ സംബന്ധിച്ചുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്ത് അലാറം അടിച്ചാലും അവർ നമ്മളെ വിളിക്കും, അന്നേരം തന്നെ ഇൻഫോം ചെയ്യും. ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ പിന്നെ പ്രത്യേകിച്ച് വേറെ സെക്യൂരിറ്റി മെഷറായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഡോറ് എല്ലാം സേഫ് ഇതാണ്, ഷട്ടർ ഡോറാണ്, ഇൻറ്റേർണൽ ഡോറുകളുണ്ട്. പിന്നെ ഒരു കടയാണെങ്കിൽ ഫുള്ളി കോൺക്രീറ്റ് ആണ്. അപ്പോൾ അതിനും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പിന്നെ ഒരു കടയിൽ കഴിഞ്ഞ ആഴ്ച ഒരു അറ്റംപ്റ്റ് നടന്നു, പക്ഷേ സക്സസ്ഫുൾ ആയില്ല. 2 ഡബിൾ റൂഫാണ്. അതിലൊരു റൂഫ് അവരൊന്ന് പൊട്ടിച്ച് നോക്കി. പക്ഷെ അന്നേരം അവർക്ക് മനസ്സിലായി അതിൻ്റെ അടിയിൽ വേറെ റൂഫ് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് അവരിട്ടിട്ട് പോകുമായിരുന്നു. അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറി വേറൊരു കടയിൽ അന്ന് നൈറ്റിൽ കയറിയിരുന്നു. അതെ, ശരി. ഇപ്പം നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടായാലും വീട് വാങ്ങിച്ച ആണെങ്കിലും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിലും ഇപ്പോൾ ഈ കള്ളന്മാർ കയറുന്ന ഒരു പ്രവണത കൂടുതലാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും. അതെ. അപ്പോൾ ഇത്രയും സമയം ഞങ്ങളോട് പങ്കുവച്ചതിന് ഒത്തിരി നന്ദി. നമസ്കാരം. താങ്ക് യു. നമ്മൾ എത്ര പേർ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഹൗസ് ഓണറുടെ കയ്യിൽ നിന്ന് കീ സാധാരണ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ ആ ലോക്ക് എത്ര പേർ ഉപയോഗിച്ചതായിരിക്കും, എത്ര പേർ കൈമാറി പോകുന്നതായിരിക്കും. അപ്പോൾ ആ ഡോറിൻ്റെ കീ ഇതിക്ക് മുമ്പ് താമസിച്ചിരുന്ന വ്യക്തിയുടെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകാം ഒരു പക്ഷേ. അതുപോലെ അപ്പാർട്ട്മെൻറ്റുകളിലെ ഫ്രണ്ട് ഡോറുകൾ
അതിൻ്റെ കീ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാൽ തന്നെയും അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തുള്ള ഡോറുകളുടെ കീ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം, €3. പക്ഷേ എങ്ങനെ അപ്പാർട്ട്മെൻറ്റുകളിൽ കള്ളം കയറുന്നു? അപ്പാർട്ട്മെൻറ്റിൽ സാധാരണയായിട്ട് പുറത്ത് ഒരു ഇൻ്റർകോം ഉണ്ട്, അകത്തേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ. അങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പുറത്തുനിന്നൊരു കോൾ വരുന്നു, ഞാൻ ഇന്ന ആളാണ്, അതാണ്, എനിക്ക് ഇന്ന വീട്ടിലേക്കാണ് പോകേണ്ടത്, ഡോറൊന്ന് തുറന്നു തരൂ എന്ന് പറഞ്ഞിട്ട്. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് പലരും അവർക്ക് മെയിൻ ഡോറിൽ നിന്ന് അകത്തേക്ക് എൻട്രി ചെയ്യാനായിട്ട് മുറിക്കകത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. ഇത് വളരെ അപകടം പിടിച്ച ഒരവസ്ഥയാണത്. മറ്റൊരു കഥ കേട്ടത്, അപ്പാർട്ട്മെൻറ്റിൽ ആ ബ്ലോക്കിലുണ്ടായിരുന്ന ഏകദേശം 8ഓളം വീടുകളിൽ കള്ളൻ കയറി എന്നാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ. എന്തായിരിക്കും മലയാളികളുടെ വീടുകളിൽ കള്ളന് കയറാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും? ഏഷ്യൻ വംശജരുടെ വീടുകളിൽ കള്ളന്മാർ കയറണമെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് സ്വർണവും ക്യാഷും തന്നെയാണ്. ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വീട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് അല്ലെങ്കിൽ സെമി ഡിറ്റാച്ച്ഡിൽ വാടകയ്ക്ക് താമസിക്കുകയോ ചെയ്യുന്നവർ ഇതേ സെയിം അവസ്ഥ തന്നെയാണ്. ആ ഡോറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഇതിക്ക് മുമ്പ് താമസിച്ചിരുന്ന വ്യക്തികളുടെ കയ്യിലുണ്ടാകാം. അങ്ങനെയും കയറിയ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെയും കള്ളൻ കയറിയ അവസ്ഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി അതുമല്ലെങ്കിൽ വീട് വാങ്ങിച്ചതിന് ശേഷം ഇതിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഓണറുടെ അതേ ലോക്കിംഗ് സിസ്റ്റം തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ ലോക്കുകൾ എത്രയും പെട്ടെന്ന് മാറ്റുക. ഇതൊരു പോസിബിലിറ്റിയാണ്, സംഭവിക്കാം. ഇപ്പോൾ അടുത്ത് സംഭവിച്ചില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സംഭവിക്കാം. അതോടൊപ്പം തന്നെ പരിചയമില്ലാത്തവർക്ക് കീകൾ കൈമാറാതിരിക്കുക. നമ്മൾ നാട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സോപ്പിൽ പ്രസ് ചെയ്ത് കീ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാമെന്ന്. നമ്മൾ വിചാരിക്കും ഇവിടെ അതൊന്നും നടക്കുന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും തെറ്റി. ഇതൊക്കെ ഇവിടെ വളരെ സുലഭമാണ്. ഒരു വീട്ടിൽ കള്ളം കയറുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പാട് അനുഭവപ്പെടുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ ഷൈബു ജോസഫ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കള്ളം കയറിയപ്പോൾ ഉള്ള അനുഭവം നമ്മോട് പങ്കുവയ്ക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ഷൈബു ജോസഫ്. ലൂക്കാൻഡിലെ ലിഫി പാർക്കിൽ താമസിക്കുന്നു. ഇപ്പം നമുക്കറിയാവുന്ന പോലെ ഈ ശൈത്യകാലം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളിൽ ഒരു ഭീതി ഉളവാക്കുന്ന കാര്യം കള്ളന്മാരുടെ ശല്യം തന്നെയാണ്. ഇവിടെ കള്ളന്മാർ നമ്മളുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തെ അല്ലെങ്കിൽ മലയാളി സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വീടുകളിൽ കയറുന്ന പ്രവണത കൂടി വരികയാണ്. അത് ഈ ശൈത്യകാലം, വിൻ്റർ കാലത്താണ് കൂടുതൽ സംഭവിക്കുന്നത്. അപ്പോൾ എനിക്കും അത്തരത്തിലൊരു ദുരവസ്ഥ അനുഭവിക്കേണ്ടി വന്നൊരു വ്യക്തിയാണ്. എൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് ഒരു 1:15 ഞാൻ പതിവായി, അല്ലെങ്കിൽ ഞങ്ങളിൽ ഇവിടെ ഉള്ള ആൾ പതിവായി സ്കൂളിൽ കുട്ടിയെ കളക്ട് ചെയ്യാൻ പോവുകയും തിരിച്ച് ഒരു 1:45 വരികയുമാണ് പതിവ്. അപ്പോൾ ഈ കള്ളന്മാർ നമുക്ക് കാണാം പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലാണ് അവർ കയറുന്നത്. ഇത് അവർ വാച്ച് ചെയ്ത് നമ്മളെ മൂവ്മെൻറ്റ്സ് എല്ലാം വ്യക്തമായി പഠിച്ചുകൊണ്ട് ആണ് ഇത് ഒരു ആസൂത്രണം ചെയ്യുക. അപ്പോൾ ഞാൻ 1:15 സ്കൂളിൽ പോകുകയും ആ സമയത്ത് നമ്മൾ പോകുന്നത് വാച്ച് ചെയ്തുകൊണ്ട് ഇവിടെ കള്ളൻ കയറുകയാണ് വേണ്ടത്. അപ്പോൾ ഈ കള്ളൻ കയറിയത് പുറകിലെ ജനാല കതക് 2 ലിവർ എന്തോ ഇട്ട് കുത്തി തുറന്ന്, അതായത് ലോക്ക് പൊട്ടിച്ചുകൊണ്ട് അകത്ത് കയറുകയാണ് ഉണ്ടായത്. ഞാൻ 1:45
തിരിച്ചെത്തുമ്പോൾ ആ സമയം കൊണ്ട് കള്ളൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ്. അതായത് വീടിനകത്തേക്ക് കയറുമ്പോൾ കള്ളൻ വീടിനകത്ത് ഉണ്ടായിരുന്നു. നിങ്ങൾ വീടിനകത്തേക്ക് കയറുമ്പോൾ ഇല്ല, ഞങ്ങൾ കാറിൽ വന്ന് ആ കാറിൻ്റെ സൗണ്ട് കേട്ടുകയും കാറ് നിർത്തി ഡോറെല്ലാം തുറക്കുന്ന സമയം കൊണ്ട് സ്റ്റെയർ കേസ് വഴി ഇറങ്ങി ഓടി ഈ കയറിയ പുറകിലുള്ള വിൻഡോ വഴി തന്നെ അവൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പം പ്രത്യേകിച്ച് ഞങ്ങളകത്ത് കയറിയപ്പോൾ ഈ പുറകിലെ ജനൽ വഴി കുട്ടി എൻ്റെ മോള് അവനെ കാണുകയും എന്നോട് പറയുക പോകുന്നെന്ന് പറയുകയും അത് കഴിഞ്ഞ് ഞാൻ ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോൾ അതിലേ പോകുന്നില്ല. ഇവൻ അടുത്ത നെയ്ബർഹുഡിൻ്റെ വേലി ചാടി അതിലേ ഓടുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ജനല വഴിയാണ് ഈ പുറയിൽ കാണുന്ന ജനല വഴിയാണ് കയറിയിരിക്കുന്നത്. അപ്പം ഞാൻ ഉടനെ തന്നെ ഫ്രണ്ടിലേക്ക് ഓടിയെങ്കിലും ഫ്രണ്ടിൽ ഇവൻ വന്നിട്ടില്ല. അതിലെ സൈഡിലെ മതിൽ ചാടി ചാടി എവിടെയോ രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഇവൻ മുൻകൂട്ടി രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം നോക്കി കണ്ടുവച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 നെയ്ബേഴ്സ് അപ്പുറത്തും ഇപ്പുറത്തും നെയ്ബേഴ്സ് ആ സമയത്തില്ല. അവരും സ്കൂളിലേക്ക് പോയി ഉള്ളൊരു സമയമാണ്. അപ്പോൾ അവൻ വ്യക്തമായിട്ട് അറിയാം ഈ സമയങ്ങളിൽ ഇവിടെ അടുത്തുള്ള ആളുകൾ ഇല്ല. അപ്പോൾ ആ ഒരു അവസ്ഥ മുതലാക്കിക്കൊണ്ടാണ് അവൻ ഇവിടെ കടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വീടിന്റെ പുറകുവശത്തേക്കുള്ള ആക്സസ് കിട്ടിയത്? ആക്സസ് കിട്ടുക ഒന്നെങ്കിൽ ആ സൈഡ് വഴിയുള്ള നമ്മളെ ബിന്നെല്ലാം കൊണ്ടുപോകുന്ന വഴിയിലൂടെ ചെറിയ ഡോറിലൂടെ അവൻ ചാടിക്കടന്നായിരിക്കും, ആരുമില്ലാത്ത സമയം ചാടിക്കടന്നായിരിക്കും വന്നിരിക്കുക. അതിന് ഇതുണ്ട്, പക്ഷെ ലോക്ക് ആൻഡ് കീ ഇട്ടുള്ള ലോക്കൊന്നുമില്ല. അപ്പം പിന്നെ ഞാനിങ്ങനെ വന്ന് പാനിക്കാകുകയും ഗാർഡെ ഉടനെ വിളിക്കുകയും കുട്ടി ഒത്തിരി ഭയപ്പെടുകയും അതിനുശേഷം ഗാർഡ വരികയും കുട്ടിയോട് ചോദിക്കുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും പിന്നെ മുതൽ കുട്ടിക്ക് ഭീതിയാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഒരാൾ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾക്ക് വീടിനകത്ത് പകൽ തന്നെ ആ മുറിയിൽ നിന്നും അപ്പുറത്തേക്ക് പോകണമെങ്കിൽ വളരെ പ്രയാസമാണ്, അവർക്ക് പേടിയാണ്, അത് സ്വാഭാവികമാണ്. അതുപോലെ നമ്മൾക്ക് വീട്ടിലൊരു നമ്മൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരാൾ കയറുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുരക്ഷിതത്വം വളരെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അപ്പം അവന് ഇത് കയറുകയും ഈ കയ്യിൽ അവന് കിട്ടാവുന്ന സാധനങ്ങളെല്ലാം എടുക്കുകയും ആ ഒരു 15 മിനിറ്റ് സമയത്തിനുള്ളിൽ അവൻ ഇവിടുന്ന് കടന്നു കളയുകയാണ് ചെയ്തത്. അപ്പം ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതാണ് ഒന്നാമത്, നമ്മുടെ വീടിൻ്റെ എല്ലാ ഡോറുകളും വാതിലുകളും സുരക്ഷിതമായി അടയ്ക്കണം. അതിലുപരിയായിട്ട് നമ്മുടെ അലാം സിസ്റ്റം വർക്ക് ചെയ്യിക്കണം. കാരണം അലാം സിസ്റ്റം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് അലാം അടിക്കുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കും എന്നുള്ളൊരു ഭീതി അവനിലുണ്ടാവും. അപ്പം ശ്രദ്ധിക്കും. കാരണം ഇപ്പം ഞങ്ങളുടെ അടുത്ത നെയ്ബർ തന്നെ നമ്മളില്ലാത്തപ്പോൾ അലാം അടിച്ചാൽ അവർ ഞങ്ങൾക്ക് മെസ്സേജ് വിടാറുണ്ട്, യുവർ അലാം ഇസ് റിംഗിങ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഒരു പരിധിവരെ ഉപകാരപ്രദമാണ്. പക്ഷേ അലാം ഇല്ലെങ്കിൽ അതിനുള്ളൊരു അപ്പം ഇതെല്ലാം നമ്മൾ കൈക്കൊള്ളേണ്ട കുറേ കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ വീടിന് സുരക്ഷിതമായ അലാമുണ്ടോ? പക്ഷേ അലാമെല്ലാം ഇപ്പം നശിപ്പിച്ച് കയറുന്നുണ്ട്. അത് എന്നിരുന്നാൽ പോലും ഒരു അലാം ഉണ്ടെങ്കിൽ അതിന് ഇനിയിപ്പോൾ ഇൻഷുറൻസുകാർ വന്നാൽ തന്നെ ആദ്യം നോക്കുന്നതാണ് അലാം ഉണ്ടോ. അപ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഇനി നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, നമ്മൾ വിലപിടിപ്പെട്ടുള്ള സാധനങ്ങൾ പരമാവധി നമ്മളുടെ കയ്യിൽ സൂക്ഷിക്കാതിരിക്കുക. കാരണം അവർ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന കാര്യം, നമ്മുടെ കയ്യിൽ സ്വർണം ഉണ്ട്, നമ്മളുടെ പെണ്ണുങ്ങൾ സ്വർണം യൂസ് ചെയ്യുന്നവരാണ് എന്നറിയാവുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കമ്മ്യൂണിറ്റി അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കയറുന്നത്. അപ്പോൾ 1 കയറി 2 കയറി 3-മൂന്നാം തവണ വരെ കയറിയ വീടുകളുണ്ട്. അപ്പോഴത് നമ്മുടെ കയ്യിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നമ്മളെ ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, വിലപിടിപ്പുള്ള ഒരു ആഭരണങ്ങളോ പണമോ മറ്റു സാധനങ്ങളൊന്നുമോ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക. കാരണം ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിക് ഐറ്റം അതുപോലുള്ള സാധനങ്ങൾക്കൊന്നും അവർക്ക് താല്പര്യമില്ല. അവർ നോക്കുന്നത് സ്വർണ്ണാഭരണങ്ങളോ പണമോ. അപ്പം ആ റിസ്ക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കള്ളന്മാരുടെ കയ്യിലകപ്പെടാതെ നമ്മൾ സുരക്ഷിതമായ ഇടങ്ങളിൽ നമ്മുടെ വീടുകൾ സൂക്ഷിക്കാതെ സുരക്ഷിതമായ നാട്ടിലോ എവിടെയോ വെച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ കുറേ കൂടി നമ്മൾക്ക് മനസ്സമാധാനത്തോടുകൂടി നിൽക്കും. ഇപ്പം 2ാമത് കയറുകയാണെങ്കിലും സ്വർണ്ണം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ 3ാം തവണയും കയറുമെന്നുള്ള കാര്യം ഉറപ്പാണ്.
അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിലുള്ള കാര്യങ്ങൾ, നമ്മളുടെ സെക്യൂരിറ്റി, നമ്മളുടെ കഥകൾ, വാതിൽ എല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. അലാം സിസ്റ്റം സുരക്ഷിതമാണെന്ന് അലാം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ബാക്കി കാര്യങ്ങൾ അതുപോലെ നമ്മളെ നെയ്ബർഹുഡുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകുക. കാരണം അവർ നമ്മളുടെ വീടുകളിൽ നമ്മളെ സ്ട്രേഞ്ചേഴ്സായിട്ടുള്ള വരികയാണെങ്കിൽ അവർ ശ്രദ്ധിക്കും. അപ്പം ഇതെല്ലാം നമ്മളുടെ നെയ്ബർഹുഡുമായിട്ടുള്ള നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. പിന്നെ അതുപോലെ നമ്മളുടെ ചുറ്റുവട്ടത്തും സംശയാസ്പദമായി കാറുകൾ കറങ്ങുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തീർച്ചയായും അത് ഒഴിവാകും. ഇപ്പം നമുക്ക് പരിചയമില്ലാത്തൊരാൾ ഒരു കാർ അവിടെ കിടക്കുകയാണെങ്കിൽ നമ്മളതിന് നമ്പർ നോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളവർ അവിടെ നിന്ന് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മളെ ചുറ്റുപാടും ശ്രദ്ധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഈ ഇരുട്ടുന്ന കൂടുതൽ കാരണം 4 മണി മുതൽ ഇരുട്ടാവുന്ന ഈ സമയത്ത് നമ്മൾ പ്രത്യേകിച്ചും കുറേ എക്സ്ട്രാ വിജിലൻ്റായിട്ട് ഇരിക്കുക. കാരണം ഈ തസ്കരന്മാർ അല്ലെങ്കിൽ ഈ കള്ളന്മാർ ഇവിടെ നമ്മളെ ചുറ്റും നടക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പരമാവധി അതിൽ പെടാതിരിക്കുവാനും നമ്മളിപ്പോൾ കയറിയാൽ തന്നെ നമ്മളിൽ നിന്ന് വിലപിടിപ്പുള്ളത് നഷ്ടപ്പെടാതിരിക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ സുരക്ഷിതത്വം, കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം നാം ഉറപ്പുവരുത്തേണ്ടത്. കാരണം അവരുടെ ചെറിയ മനസ്സിൽ അല്ലെങ്കിൽ കുഞ്ഞു മനസ്സിൽ അതൊരു ഭീതിയായി നിൽക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറിയാൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽ കയറിയാൽ ഒന്നും കിട്ടില്ല എന്ന് അവന് മനസ്സിലായാൽ തീർച്ചയായും നമ്മുടെ സമൂഹത്തെ അവൻ്റെ ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി അവൻ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പം എനിക്ക് പറയാനുള്ള ഇത്രയാണ്. നമ്മുടെ ആളുകൾ പ്രത്യേകം ഈ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നമ്മളെ ചുറ്റുപാടും നടക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആരാണ് ഇവിടെ സ്ട്രേഞ്ചേഴ്സായിട്ട് അല്ലെങ്കിൽ അപരിചിതരായി ഇവിടെ അലയുന്നത്, അത് വാച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാം. നന്ദി, നമസ്കാരം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പണ്ടും തടിയും ഉണ്ടെന്ന് കരുതുക. നമുക്കെന്നാൽ കള്ളന്മാരെ പിടിച്ച് ദേഹോദ്രമ ഏൽപ്പിച്ച് നല്ല ഇടിയൊക്കെ കൊടുത്ത് ഗാർഡനെ ഏൽപ്പിക്കാം എന്ന് കരുതിയെങ്കിൽ ഇവിടുത്തെ നിയമം അത് അനുശാസിക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ 2ാം നിലയിൽ കയറി വന്നാൽ നമ്മളുടെ സേഫ്റ്റിക്ക് അപകടമെന്ന് തോന്നുന്ന അവസ്ഥയിൽ നമുക്ക് പ്രതികരിക്കാം. അതോടൊപ്പം തന്നെ കള്ളന്മാരുടെ ഫോട്ടോ അല്ലെങ്കിൽ CCTV ഫൂട്ടേജൊക്കെ എടുത്ത് നമുക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇടാമെന്നുള്ള ധാരണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇവിടെ നിയമം അനുശാസിക്കുന്നില്ല. റീസെൻ്റായിട്ട് നടന്നൊരു ഇതാണ്, ഒരു വ്യക്തിയുടെ വീടിൻ്റെ ബാക്ക് ഡോർ വഴി 2 കള്ളന്മാർ വീടിനകത്തേക്ക് കയറാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ അദ്ദേഹം CCTVയിൽ നിന്നെടുത്ത് അദ്ദേഹം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. എന്നാൽ അദ്ദേഹം ആ ഹൗസ് ഓണർ ഇപ്പോൾ നിയമ നടപടിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള CCTV ഫൂട്ടേജുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫോട്ടോകൾ ഇവരുടെ ഉണ്ടെങ്കിൽ, കള്ളന്മാരുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് ഗാർഡയെ ഏൽപ്പിക്കുക. അതോടൊപ്പം കള്ളന്മാർ വീടിനകത്തേക്ക് കയറുന്ന മറ്റൊരു വശമാണ് ബിന്നുകളെല്ലാം കടത്തി വയ്ക്കാനായിട്ട് വീടിനോട് ചേർന്ന് തന്നെയുള്ള വുഡൻ ചെറിയൊരു ഡോറ്, അതായത് ഫെൻസിനോട് ചേർന്നിട്ടുള്ള ഡോറ്. ആ ഭിത്തിയോട് ചേർന്ന് തന്നെയായിരിക്കും വീട്ടിലേക്കുള്ള ഗ്യാസ്, ഇലക്ട്രിക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബോക്സുകൾ. മിക്കവാറും കള്ളന്മാർ ആ ബോക്സിൽ ചവിട്ടി ഈ ഫെൻസിൻ്റെ സൈഡിലുള്ള ആ ഡോറിലൂടെ ചവിട്ടി ചാടി കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫെൻസിൻ്റെ ഡോറിൻ്റെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് മെഷോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചാടി കടക്കാൻ ആക്സസ് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവിടെ. അതോടൊപ്പം തന്നെ പൊതുവേ കണ്ടുവരുന്നത് ആ ഭാഗങ്ങളിൽ വെളിച്ചം ഇല്ല എന്നുള്ളതാണ്. ആ ഭാഗത്തൂടെ എൻട്രി ചെയ്യാനായിട്ട് കള്ളന്മാരെ കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. അതിലൂടെ ചാടി ആണ് അവർ മിക്കവാറും വീടിൻ്റെ പുറകിലുള്ള പാഷോ ഡോർ അല്ലെങ്കിൽ സ്ലൈഡിങ് ഡോർ വഴിയും അല്ലെങ്കിൽ വീടിൻ്റെ പുറകിലുള്ള വിൻഡോ വഴിയും, അതാണ് ഗാർഡ് കൂടുതലായിട്ട് പറയുന്നത്, വീടിൻ്റെ പുറകിലുള്ള കിച്ചണിനോട് ചേർന്നിട്ടുള്ള വിൻഡോ വഴിയാണ് പിന്നെ അകത്ത് കയറുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എക്സ്ട്രാ ബോൾട്ട് പിടിപ്പിക്കാനായിട്ട് സാധിക്കും, അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് സാധിക്കും.
നിങ്ങളുടെ വീടിൻ്റെ പുറകു വശത്ത് ലൈറ്റിംഗ് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. മിക്കവാറും പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറിൻ്റെ അവിടെ മാത്രമേ ചെറിയൊരു വെളിച്ചമുള്ളൂ. എന്നാൽ വീടിൻ്റെ പുറകുവശം മൊത്തം പ്രകാശം തരുന്ന രീതിയിൽ വെളിച്ചം സാധാരണയായിട്ട് കാണാറില്ല. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ബൾബുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ പിടിപ്പിക്കാവുന്നതാണ്. പിന്നെ കള്ളം കയറുന്ന മറ്റൊരു ഭാഗമാണ് വീടിൻ്റെ പാഷോ ഡോർ അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഡോറ്. സ്ലൈഡിംഗ് ഡോറിന് സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഒരൊറ്റ ലോക്കേ ഉള്ളൂ. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ 10 യൂറോ 14 യൂറോ വില വരുന്ന സിലിണ്ടർ ടൈപ്പുള്ള ലോക്ക്. പ്ലെയർ വെച്ച് ജസ്റ്റ് ഒന്ന് വളച്ചാൽ ഒടിഞ്ഞു പോരുന്നതേ ഉള്ളൂ ആ ലോക്കിംഗ് സിസ്റ്റം. ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്ത് അകത്ത് കയറാം. ഇനി അതുമല്ലെങ്കിൽ താഴെയിൽ നിന്ന് ലിവർ ഇട്ട് ആ പാഷോ ഡോറ് അവിടെ നിന്ന് പൊക്കി മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ലോക്കുണ്ട്. വളരെ നിസ്സാര വിലയുള്ളൂ ഈ സാധനങ്ങൾക്കെല്ലാം. പാഷോ ലോക്ക്, ചെറിയൊരു ലോക്കിംഗ് സിസ്റ്റമാണ് അത് പിടിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള പാഷോ ഡോറ് പൊക്കി മാറ്റി വയ്ക്കാൻ അവർക്ക് സാധിക്കില്ല. ഒരു വീട്ടിൽ 3 പ്രാവശ്യം മോഷണശ്രമം ഉണ്ടായാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു അനുഭവമാണ് സെബി നമ്മോട് പറയുന്നത്. മോഷണശ്രമവുമായി ബന്ധപ്പെട്ട് 4 അനുഭവങ്ങളാണ് എനിക്കുണ്ടായത്. ഒരിക്കൽ രാത്രി ഒരു 10 മണി സമയം കോളിംഗ് ബെല്ലടിക്കുന്നു. ഞാൻ ഡോറ് തുറന്ന് നോക്കുമ്പോൾ മധ്യവയസ്കനായ ഒരാൾ പുറത്ത് നിൽക്കുന്നു. താഴെ ഒരു മീഡിയം സൈസ് ബാഗ് വെച്ചിട്ടുണ്ട്. ഡോറ് തുറന്ന് എന്നോട് അയാൾ ചോദിച്ചു, ആർ യു ജോൺ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നോ എന്ന് പറഞ്ഞു. ഉടനെ അയാൾ എന്നോട് സോറി മിസ്റ്റേക്കൺ സോറി എന്ന് പറഞ്ഞു താഴെ ഇരുന്ന് ബാഗ് എടുത്ത് കാർ പാർക്കിലേക്ക് പോയി. അവിടെ മറ്റൊരാൾ കാറ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു. ആ കാറിനകത്തേക്ക് അയാൾ കയറി. അപ്പോൾ ഞാൻ പുറത്ത് തന്നെ വാച്ച് ചെയ്യായിരുന്നു. അപ്പോൾ കാറിൽ കയറുന്നതിന് ജസ്റ്റ് മുമ്പ് അയാൾ ഒന്നുകൂടി എന്നെ തിരിഞ്ഞു നോക്കി, എന്നിട്ട് കാറിൽ കയറിപ്പോയി. അതൊരു അനുഭവം. ഏതാണ്ട് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ രാത്രി സമയത്ത് കോളിംഗ് ബെല്ലടിക്കുന്നു. ഞാൻ ഡോറ് തുറക്കുന്നു. ഒരു മനുഷ്യൻ വീണ്ടും ചോദിക്കുന്നു, ആർ യു ഡേവിഡ്? മറ്റൊരു പേരുമായിട്ട് വേറൊരു മനുഷ്യൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അല്ലാന്ന് പറയുന്നു, ഇയാൾ സോറി പറയുന്നു, ഇതുപോലെ പോകുന്നു. അങ്ങനെ 2 അനുഭവങ്ങളുണ്ടായി. പിന്നെ ഒരിക്കൽ അത് ഒരു 3-4 മാസം മുമ്പാണ്. പകൽ സമയം രാവിലെ ഒരു 11 മണിക്ക് ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലൂടെ നോക്കിയപ്പോഴേ ഞാൻ ആളെ കണ്ടു. ഒരു 20-22 വയസ്സ് പ്രായം തോന്നുന്ന ഒരു പയ്യനാണ്. ഞാൻ ഡോറ് തുറന്നപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, കാർ പാർക്കിൽ കിടക്കുന്ന കാറ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കാറ് വിൽക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ എനിക്ക് അത്ഭുതമായി, ഇത് എൻ്റെ കാറാണെന്ന് അവനെങ്ങനെ മനസ്സിലായി? അതുപോലെ ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ അല്പം ദേഷ്യം തോന്നി. ഇവൻ കാറ് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ വിൽക്കാനുള്ള നോട്ടീസ് എന്തെങ്കിലും ആ കാറിൻ്റെ ഗ്ലാസ്സിൽ കണ്ടോ? അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് നീ എന്നോട് ആ ചോദ്യം ചോദിക്കുന്നത്? ഉടനെ അവൻ ടയോട്ട കാറാണ് ഞാൻ നോക്കി നടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എല്ലാ കാറിൻ്റെയും എല്ലാ വീടുകളുടെയും മുന്നിൽ പോയി കോളിംഗ് ബെല്ലടിച്ച് ഇങ്ങനെ കാറ് വിൽക്കാനുണ്ടോ എന്ന് ചോദിക്കുമോ? അങ്ങനെ എൻ്റെ ടോൺ മാറിയപ്പോൾ അവനും അല്പം ദേഷ്യപ്പെടാൻ തുടങ്ങി. പിന്നെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് അവൻ പോവുകയാണ് ഉണ്ടായത്. അത് നടന്നത് പകൽ ഒരു 10-11 മണിക്കാന്ന് ഓർക്കണം. 4ാമത്തെ അനുഭവം, ഞങ്ങളാരും ഇല്ലാതിരുന്ന സമയത്ത് ഒരു ഡിസംബർ മാസം വൈകുന്നേരം ഒരു 5:30-6 മണി ആയിട്ടുണ്ടാവുള്ളൂ. ഞങ്ങൾ ഡബ്ലിനിൽ പോയിരുന്ന സമയത്ത് അയൽക്കാരൻ്റെ ഫോൺ കോൾ എനിക്ക് വന്നു. നിങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറാൻ ശ്രമിച്ചു, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഫ്രണ്ടിലെ ഗ്ലാസ് കുത്തി പൊളിക്കാനുള്ള ശ്രമം, അത് കുറച്ച് ബ്രേക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊളിക്കുന്നത് കണ്ടുകൊണ്ട് അടുത്ത വീട്ടിലെ ആൾ ഇറങ്ങി വന്നു. അതുകൊണ്ട് അവരത് ഉപേക്ഷിച്ച് പോയി. പിന്നെ ഗാർഡനെ വിളിച്ചില്ല, കാരണം മറ്റൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് പിന്നെ ഗാർഡനെ വിളിച്ചാലും വലിയ പ്രയോജനമില്ല എന്ന് നമുക്ക് നേരത്തെയുള്ള സുഹൃത്തുക്കളുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കാനേ നമ്മൾ പോയില്ല. അങ്ങനെ 4 അനുഭവങ്ങളാണ് എനിക്കുണ്ടായത് ഇതിൽ.
പിന്നെ ഒരിക്കൽ ഒരു സുഹൃത്തിൻ്റെ, അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല, അവിടെ നിന്ന് പോയി വീട്ടിൽ കള്ളം കയറി. അവർ ധ്യാനത്തിന് പോയ സമയത്ത് തിരിച്ചവർ രാത്രി ആണ് ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വരുന്നത്. അപ്പോൾ ഡോറ് തുറന്ന് കിടക്കണ കണ്ടപ്പോൾ തന്നെ അവർക്ക് കള്ളം കയറിയെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവർ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചില്ല. അവർ ഗാർഡനെ വിളിച്ചു, എന്നെ വിളിച്ചു, ഞാനും പോയിരുന്നു. ഞങ്ങളാരും വീട്ടിൽ കയറാതെ ഗാഡയെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. രാത്രി സമയത്ത് ഒരു 9:30 ഉണ്ടാവും. ഗാഡ വന്നു. ഗാഡയുടെ ഒപ്പം തന്നെയാണ് വീട്ടുടമസ്ഥരും ഞാനും വീടിൻ്റെ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ കാണുന്ന കാഴ്ച വളരെ വിചിത്രമാണ്. എല്ലാ ബെഡ്റൂമും അടുക്കള എല്ലാ സ്ഥലത്തും ഡ്രസ്സുകളും പാത്രങ്ങളും എല്ലാം വലിച്ചു വാരി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് എയർ ഹോള് വരെ കുത്തിപ്പൊളിച്ച് അവർ ഇട്ടിരിക്കണ കാണാൻ സാധിച്ചു. അപ്പോൾ ഗാഡ പറഞ്ഞത് ഒരു പക്ഷേ സ്വർണം അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നറിയാനായിരിക്കാമെന്ന്. എന്തായാലും ഇവർ ധ്യാനത്തിന് പോയ അവർ എല്ലാ സ്വർണവും സർട്ടിഫിക്കറ്റ്സ് എല്ലാം ബാഗിൽ വെച്ചാണ് ആ 3 ദിവസത്തെ ധ്യാനത്തിന് പോയിരുന്നത്. അതുകൊണ്ട് അവരുടെ ഒന്നും നഷ്ടപ്പെട്ടില്ല. പക്ഷേ കള്ളന്മാർ ആ വീട് മൊത്തം അരിച്ച് പെറുക്കി എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുകയായിരുന്നു. ഗാഡ ഫിംഗർ പ്രിൻ്റ് എടുക്കുക എല്ലാം ചെയ്തു. പക്ഷേ ഒരു പ്രയോജനവും അക്കാര്യത്തിൽ പിന്നീട് ഉണ്ടായില്ല. കള്ളനെ പിടിക്കുകയും ചെയ്തില്ല. അത് മലയാളികളുടെ പല വീടുകളും കയറിയിട്ടുണ്ട് കള്ളൻ. എങ്ങു നിന്നും കറക്റ്റ് കൾപ്രേറ്റിനെ പിടിച്ചതായിട്ട് നമ്മുടെ ആരുടെയും അറിവിലില്ല. അന്ന് വീടിൻ്റെ ഫ്രണ്ട് വിൻഡോ ബ്രേക്ക് ചെയ്ത് കള്ളൻ കയറാൻ ശ്രമിച്ച ദിവസം ഈ വീടിൻ്റെ അകത്ത് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇരുട്ടായിരുന്നു. അപ്പോൾ ആ അനുഭവത്തിൽ നിന്ന് 5:30-6 മണി സമയത്ത്, അതെ, ഡിസംബർ മാസം പുറത്തു പോയിക്കായിരുന്നു ഞങ്ങൾ, ഫാമിലി ഉൾപ്പെടെ. അപ്പോൾ ആ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ വൈകിയേ വരുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ലൈറ്റ് ഇട്ടേച്ചും തന്നെ പോവുക. ഉച്ചയ്ക്കാണ് പോകുന്നത് എന്നാൽ പോലും നമ്മൾ വൈകിയേ വരുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് തന്നെ പോകണം. കാരണം ലൈറ്റ് പുറത്ത് നിന്ന് നോക്കുമ്പോൾ ലൈറ്റ് വീട്ടിലുണ്ടെങ്കിൽ അല്പം ഒന്ന് മടിക്കും ഏതൊരു കള്ളനും ഒന്ന് അകത്തേക്ക് വരാൻ. പക്ഷേ ഫുൾ ഡാർക്കായ ഒരു വീട്ടിൽ ആളില്ല എന്ന ധാരണയിൽ തന്നെ കള്ളൻ കയറാനുള്ള ശ്രമം നടത്തും. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ എവിടെ പോയാലും വീട്ടിൽ ലൈറ്റ് ഇട്ടേച്ചാണ് പോകാറുള്ളത്, വൈകി വരുള്ളൂ എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലേക്കല്ല. ഉച്ചയ്ക്ക് പോയാലും ഞങ്ങൾ ലൈറ്റ് ഇട്ടുകൊണ്ട് പോകും. കാരണം രാത്രി വൈകി വരുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് പോകണമെങ്കിൽ പോലും ഞങ്ങൾ ലൈറ്റ് ഇട്ടിട്ടേ പോകാറുള്ളൂ. അത് ചെറിയൊരു, അതുകൊണ്ട് പേരിലെല്ലാം ശരിയാ, കള്ളന്മാർ അതിൻ്റെ പേരിൽ കയറില്ല എന്നല്ല, പക്ഷേ പുറത്ത് നോക്കുമ്പോൾ ആള് വീട്ടിലുണ്ട് എന്നൊരു ധാരണ വരുത്താനുള്ള ഒരു ഉപായം, അത്രയേ ഉള്ളൂ. ഓക്കെ. അലാം സിസ്റ്റങ്ങൾ കള്ളന്മാരെ ഒരു പരിധിവരെ വീട്ടിൽ നിന്നും ഡിറ്റർ ചെയ്ത് നിർത്തുന്നതാണ്, അല്ലെങ്കിൽ കള്ളന്മാരെ ഇവിടെ നിന്ന് അകത്തി നിർത്തുന്നതാണ്. വീടിൻ്റെ ഫ്രണ്ട് വിൻഡോകൾ മിക്കവാറും ഷോക്ക് സെൻസഡ് ആയിരിക്കും. കള്ളന്മാർ വന്ന് പതുക്കെ ജനലിൽ പതുക്കെ ഇടിച്ചു നോക്കും, അല്ലെങ്കിൽ തട്ടി നോക്കും. അപ്പോൾ അലാം ആക്ടിവേറ്റ് ആവും. അലാം ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് കള്ളന്മാർ അലാം ഇട്ടിട്ടുണ്ടോ, കയറാൻ അത്ര ഈസി അല്ല എന്ന് വിചാരിച്ച് അവർ ഒരു പരിധിവരെ അകന്ന് നിൽക്കാം. അതോടൊപ്പം മറ്റൊരു എക്യുപ്മെൻ്റാണ് CCTV ക്യാമറകൾ. CCTV ക്യാമറകൾ ഏത് സമയത്താണ് അപ്രോച്ച് ചെയ്തത്, അല്ലെങ്കിൽ എപ്പോഴാണ് വീടിനകത്ത് കയറാൻ നോക്കിയത്, അല്ലെങ്കിൽ എപ്പോഴാണ് അകത്ത് കയറിയത്, അല്ലെങ്കിൽ അതിൻ്റെ ഫൂട്ടേജുകൾ ഈസിയായിട്ട് എടുക്കാം. പക്ഷേ ഹുഡി ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കിട്ടത്തില്ല. എന്നിരുന്നാൽ തന്നെയും ഒരു പരിധി വരെ ആരൊക്കെ വീട്ടിൽ നമ്മളില്ലാത്ത സമയത്ത് ആരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ നമ്മുടെ വീട്ടിനോട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ബോഡി മാനറിസമുള്ള ആൾ തന്നെയാണോ കള്ളനായിട്ട് പിന്നീട് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് CCTV ക്യാമറകൾ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും. നിങ്ങളുടെ വീടുകൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. ഗാഡയുടെ ഈ ഫോം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദം. എല്ലാ രീതിയിലുള്ള ക്രൈം പ്രിവെൻഷൻ, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ ചെറുക്കാം എന്ന് ഈ ചെക്ക് ലിസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ വീടുകൾ സുരക്ഷിതമായിരിക്കട്ടെ. വീട്ടിൽ താമസിക്കുന്ന എല്ലാവരും
തസ്കര ഭയമില്ലാതെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിരിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.